ഞാൻ സി അഖില നാരായണൻ. ഇൻ ദിസ് വീഡിയോ നമ്മൾ CMA CAT-ന്റെ അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ പേപ്പറിൽ റാൻഡംലി പിക്ഡ് ആയിട്ടുള്ള ഒരു 80 MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ടാകും. മീൻസ് ഇത് ഒരു സ്പെസിഫിക് ചാപ്റ്ററിൽ നിന്നല്ല, എൻറ്റയർ സിലബസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 80 ഡിഫറെൻറ്റ് സബ് ടോപ്പിക്കുകളായിരിക്കും 80 MCQs വഴി കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ ഒരു സെഷൻ്റെ 100% യൂസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? താടിക്ക് കൈ കൊടുത്ത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഫുള്ള് 2 മണിക്കൂർ കേട്ടോണ്ടിരിക്കണം, അതാണോ? അല്ല, അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക് ഉണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ ഇത് പ്രിന്റ് എടുത്തിട്ട് ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ് ഇത് കണ്ടോ 1 hour 30 minutes ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ഒരു നിങ്ങൾ എന്താ എൻ്റെ കൂടെ തന്നെ ആണെങ്കിലും ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകും. ഒന്ന് പോസ് ചെയ്ത് വെച്ചാൽ പോരെ. സോ ബിഫോർ മൈ എക്സ്പ്ലനേഷൻ യു മസ്റ്റ് ട്രൈ ടു അറ്റൻഡ് ദ ആൻസർ. ആ മോഡിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഇനി ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക അല്ല ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻ തെറ്റിയെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു ഏരിയ ഓഫ് കോൺസെപ്റ്റ് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗോ ബാക്ക് ടു യുവർ ടെക്സ്റ്റ് ബുക്കിൽ ആ ഏരിയയിൽ നോക്കിയിട്ട് അതും അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ബാക്കി ടോപ്പിക്സുകളും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോകണം. അങ്ങനെയാണ്. അല്ലാതെ 80 ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് ചെയ്യുന്നതുകൊണ്ട് അധികം ഉപകാരം ഉണ്ടാവില്ല. 80 ടോപ്പിക്സ് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാവുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, P threatened to kidnap Z's son if he does not sell his flat worth 80 lakhs to him for 10 lakhs. P വന്നിട്ട് ഇസഡിനെ നൈസായിട്ട് വിളിച്ചിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തുക. എന്താ പറഞ്ഞത്? ഇസഡ് നിന്റെ 80 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് നീ എനിക്ക് 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കണം, വിറ്റില്ലെങ്കിലോ നിന്റെ മകനെ ഞാൻ അങ്ങ് കിഡ്നാപ്പ് ചെയ്യും. വളരെ ഫ്രീ ആയിട്ട് ഒരാളോട് അനുവാദം വാങ്ങിച്ച് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന്റെ പ്രൊസീജിയർ ആണ് അല്ലേ? നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം എന്താ അവിടെ ഇല്ലാത്ത. ഇനി അറിയത്തില്ലെങ്കിൽ ആ കീവേഡ് മറത്ത് വാങ്ങി നോക്കി എന്താ ക്വസ്റ്റ്യൻ നിങ്ങൾ MCQസിലേക്ക് ഒന്ന് നോക്കി അപ്പൊ തന്നെ കിട്ടും. ഒന്ന്, ഇനാഡിക്വസി ഓഫ് കൺസിഡറേഷൻ ആണോ ഇവിടെ പ്രശ്നം? കൺസിഡറേഷൻ അഡിക്വസി ഒന്നും നമുക്കൊരു മാറ്റർ അല്ല, കൺസിഡറേഷൻ ഉണ്ടായാൽ മതി അല്ലേ? ഇവിടെ എന്താ പ്രശ്നം? ഫ്രീ കൺസെന്റ് ഇല്ല. അത് തന്നെയല്ലേ? ഒന്നും കൂടെ ഉറപ്പിക്കാൻ അടുത്ത ഓപ്ഷനും കൂടെ നോക്കിയേ. ഇൻകോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ്. അവിടെ എന്താ മൈനറോ ലുനാറ്റിക്കോ അങ്ങനെ ആരെങ്കിലും വന്നോ? ഇല്ല. പാർട്ടീസിനും പ്രശ്നമൊന്നും ഇല്ല. അവിടെ എന്താ ശരിക്കും പ്രശ്നം? ഫ്രീ കൺസെന്റ് ഇല്ല അല്ല. നിങ്ങൾക്ക് മേ ബി ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കാം, പക്ഷേ ഇതിന്റെ ബാക്കി ഓപ്ഷൻസ് ഇൻകോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ് പറയുമ്പോൾ ഏതൊക്കെ പാർട്ടീസ് ആണ് ഇൻകോമ്പീറ്റന്റ്, ഈ കൺസിഡറേഷന്റെ കാര്യം പറയുമ്പോൾ കൺസിഡറേഷനെ കുറിച്ച് നമ്മൾ എന്താണ് ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് കോൺട്രാക്ട് വോയിഡ് ആവുന്ന കേസസ് ആണ്. അപ്പോൾ ഇത് ഫ്രീ കൺസെന്റ് ഇല്ലാത്തത് കൊണ്ട് ഈ പർട്ടിക്കുലർ കേസിൽ കോൺട്രാക്ട് വോയിഡ് ആവുന്നുണ്ട്. ബിക്കോസ് ഇസഡിന്റെ കൺസെന്റ് ഫ്രീ അല്ല, ഇസഡിനെ ഭീഷണിപ്പെടുത്തിയാണ് പി ആ കൺസെന്റ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രീ കൺസെന്റ് ഇല്ല, ദെയർബൈ കോൺട്രാക്ട് ഇസ് വോയിഡ്. അപ്പൊ നമ്മുടെ ആൻസർ നമുക്കിവിടെ കിട്ടിയ ആബ്സെൻസ് ഓഫ് ഫ്രീ കൺസെന്റ് ആണ് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഏതൊക്കെ അതർ കേസസിലാണ് കോൺട്രാക്ട് വോയിഡ് ആവുന്നത്? ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റിനെ ചുറ്റിപ്പറ്റി നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് വരുന്നുണ്ടാവുക. സോ എവറി MCQs നമ്മൾ കവർ ചെയ്യുമ്പോൾ ഒരു 4 to 5 ടോപ്പിക്സ് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വരുന്ന രീതിയിൽ വേണം പോകാൻ. അല്ലാതെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചാൽ MCQs കണ്ട് തെളിച്ചൽ വിടുകയല്ല. ഓരോ ഓപ്ഷൻസിനെ കുറിച്ചും ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകാം. സോ ഹിയർ ദ ആൻസർ ഈസ് ആബ്സെൻസ് ഓഫ് ഫ്രീ കൺസെന്റ്. നെക്സ്റ്റ്, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LLP. LLP എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണല്ലോ. കമ്പനിയുടെ ഫീച്ചേഴ്സും ഉണ്ട്, പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സും ഉണ്ട്, രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയുണ്ട്? കമ്പനി പോലെ തന്നെ അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. പാർട്ട്നേഴ്സ് വേറെ, ബിസിനസ് വേറെ. പെർപെക്ച്വൽ സക്സഷൻ എന്നെന്താ? കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. LLP വിൽ കണ്ടിന്യൂ. LLPയിലെ പാർട്ട്നേഴ്സ് മരിച്ചെന്ന് പറഞ്ഞ് LLP ഇല്ലാണ്ടാകുമോ? ഇല്ല. പാർട്ട്നേഴ്സിന്റെ ഡെത്ത് വന്നാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആളുകൾക്ക് അതിന്റെ ആ ഒരു ഷെയർ അങ്ങ് ട്രാൻസ്ഫർ ആകും കമ്പനി മോഡിൽ തന്നെ. സോ കമ്പനി വിൽ കണ്ടിന്യൂ ഫോർ എവർ. പെർപെക്ച്വൽ സക്സഷൻ, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. സോ ഇതെല്ലാം എന്തിന്റെ ഫീച്ചേഴ്സ് ആണ്? LLPയുടെ ഫീച്ചേഴ്സ് ആണ്. നെക്സ്റ്റ്, ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് LLP ഈസ് മാൻഡേറ്ററി. LLPയുടെ അക്കൗണ്ട്സിന്റെ ഓഡിറ്റ് മാൻഡേറ്ററി ആവുന്നത് എപ്പോഴാ? നല്ല പഠിച്ച ആളുകൾക്കും ഈ 2 ടേംസ് അറിയായിരിക്കും. പക്ഷേ നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ പോകുന്നത് സിയും ഡിയും ഓപ്ഷൻസ് ആയിരിക്കും. നിങ്ങൾക്കറിയാം ആനുവൽ ടേൺ ഓവർ 40 lakhs മേളിലും ആനുവൽ ടേൺ ഓവർ 40 lakhs മേളിലൊന്നും
കോൺട്രിബ്യൂഷൻ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25 lakhs മേളിലും ഈ രണ്ട് ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് അറിയാവുന്നവർക്കും ചിലപ്പോൾ അത് ഓർ ആണോ ആൻഡ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഇഫ് യു ആർ നോട്ട് സോ ക്ലിയർ വിത്ത് വാട്ട് യു ഹാവ് സ്റ്റഡീഡ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, 40 ലക്ഷം ആനുവൽ ടേൺ ഓവർ ഉണ്ട്, അതിപ്പം ആ ഒരു കണ്ടീഷൻ കൊണ്ട് മാത്രം LLPക്ക് ഓഡിറ്റ് മാൻഡേറ്ററി ആക്കുമോ? അതിൻ്റെ ക്യാപിറ്റൽ വളരെ കുറവാണ്, പക്ഷെ ടേൺ ഓവർ ഒരു 4 കോടി ഉണ്ടെന്ന് വിചാരിച്ചോ, ഓഡിറ്റ് ചെയ്യണ്ടേ? ഓബ്വിയസ്ലി വലിയ കമ്പനിയാണ്, ഓഡിറ്റ് ചെയ്യണം. ഇനി ടേൺ ഓവർ വളരെ കുറവാണ്, വളരെ ചെറിയ ടേൺ ഓവറേ ഉള്ളൂ, കാര്യമായിട്ട് വിറ്റുവരവൊന്നുമില്ല, പക്ഷേ ഈ ഒരു LLPയിലേക്ക് വന്നിരിക്കുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കോഡുകളാണ്, അപ്പോഴും അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? യെസ്, അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് വലിയ എമൗണ്ട് ആയാൽ തന്നെ ഓഡിറ്റ് ചെയ്യണം, രണ്ടും കൂടെ അല്ല അല്ലെ. ആൻഡ് കണ്ടീഷൻ വെച്ചാൽ പ്രശ്നം എന്താ? 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ഓഡിറ്റ് നിർബന്ധമാകത്തുള്ളൂ. പക്ഷെ ടേൺ ഓവർ ഒരുപാടുണ്ടെങ്കിലും ശരി, ക്യാപിറ്റൽ ഒരുപാടുണ്ടെങ്കിലും ശരി, ബിഗ് മണി ഈസ് ഇൻവോൾവ്, ഓഡിറ്റ് അവിടെ നടത്തിയിട്ടുണ്ടാവണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഓറാണ്, ഒന്നെങ്കിൽ ടേൺ ഓവർ കൂടണം അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൂടുതലായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടിയാൽ ഓർ വന്നാൽ മതി, എന്താണ്? ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇനി അടുത്തത്, an instrument of the proxy shall be deposited with the registered office of the company dash of the meeting before conducting of the meeting. ആരാ ഈ പ്രോക്സി? 2 പ്രോക്സി നിങ്ങൾക്കറിയാം. ഒന്ന്, നിങ്ങൾക്ക് രാവിലെ മീറ്റിങ്ങിന് പോകാൻ പറ്റുന്നില്ല, കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്, നിങ്ങൾ വേറൊരാളെ പറഞ്ഞു വിടുന്നു. ആരെയാ പറഞ്ഞു വിടുന്നത്? പ്രോക്സിനെയാണ് പറഞ്ഞു വിടുന്നത്. ആ ചേട്ടൻ്റെ പേര് പ്രോക്സിയാണ്. ഇനി രണ്ടാമത്തെ പ്രോക്സി ആരാ? രാവിലെ വന്നിട്ട് മീറ്റിങ്ങിന്റെ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഇന്നൊരു മൂഡില്ല, നീ പോ എന്ന് പറഞ്ഞ ഒരാളെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയോ പ്രോക്സി ആയിട്ട്? പോരാ, കമ്പനീനെ അറിയിക്കണം, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ അറ്റൻഡ് ചെയ്യുന്നതിന് പകരം മറ്റൊരാളാണ് വരുന്നത്. അതൊരു പേപ്പറിൽ അങ്ങ് എഴുതി വൃത്തിയായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രോക്സി. ആ ഒരു പേപ്പർ, ആ ഇൻസ്ട്രുമെന്റിനെയും നമ്മൾ പ്രോക്സി എന്നാണ് വിളിക്കുന്നത്. ഇത് രണ്ടും പ്രോക്സിയാണ് അല്ലേ. ഇനി നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല, പ്രോക്സി അപ്പോയിന്റ്മെന്റ് എത്ര നേരം മുന്നേ കമ്പനീനെ അറിയിച്ചിട്ടുണ്ടാവണം? രാവിലെ വിളിച്ച് പറഞ്ഞാൽ മതി, ഇന്നത്തെ മീറ്റിംഗിൽ ഞാനില്ല, വേറെയുള്ള വരുന്നതെന്ന്. നമ്മൾ ന്യായമായിട്ടുള്ള നോർമൽ നിങ്ങളുടെ സ്ലാങ്ങിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ പറയുക? പൊന്നി ചേട്ടാ 2 ദിവസം മുന്നേ പറഞ്ഞേക്കണം അല്ലേ? അത് തന്നെ ഇവിടെ കമ്പനീസ് ആക്ടും പറയുന്നുള്ളൂ. പ്രോക്സിനെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തോ, പക്ഷെ പ്രോക്സിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, പ്രോക്സി ആയിരിക്കും വരിക എന്നുള്ള ഇൻസ്ട്രുമെന്റ് അറ്റ്ലീസ്റ്റ് ഒരു 48 hours മുന്നേ എങ്കിലും കമ്പനിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. മീറ്റിങ്ങിന് 2 ദിവസം മുമ്പ്, 24 + 24, 48 hours മുന്നേ അറിയിക്കുക, അത്രേ ഉള്ളൂ. ഇനി അണ്ടർ IRDA ആക്ട്, അതേത് ആക്ട്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട്. അതോറിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ്, അതോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ആക്ട് എടുത്താലും ആക്ടിന്റെ ഫ്രണ്ടിൽ ഒരു കുട്ടി ഡിക്ഷണറി ഉണ്ടാകും അല്ലേ? ആ ആക്ടിന്റെ ഉള്ളിൽ ഓരോരോ വേർഡ്സിനും എന്ത് മീനിങ് ആണ് നിങ്ങൾ കൽപ്പിക്കേണ്ടത് എന്നതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ IRDA ആക്ടിൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇനി IRDAയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അത്. ആരൊക്കെ ഉണ്ടാകും? എന്നാണേലും ചെയർമാൻ മാത്രം ആയിരിക്കത്തില്ലല്ലോ അതോറിറ്റി, ഇല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? നോട്ട് മോർ ദാൻ 5 ഹോൾ ടൈം മെമ്പേഴ്സ്, ഹോൾ ടൈം ആയിട്ടുള്ള 5 പേര് കൂടാതെ വേണം. അതുപോലെ നോട്ട് മോർ ദാൻ 4 പാർട്ട് ടൈം മെമ്പേഴ്സ്, പാർട്ട് ടൈം ആയിട്ടുള്ള 4 പേര് വേണം. കേൾക്കുമ്പോഴേ അറിയാം അല്ലേ, അതോറിറ്റി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഇവരെല്ലാവരും കൂടെ ചേർന്നതായിരിക്കും, ഇവരെല്ലാവരെയും കൂടെ ചേർന്നിട്ടാണ് ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ആസ് പെർ IRDA ആക്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഞാൻ IRDA ആക്ട് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് അതോറിറ്റിയുടെ ഡെഫിനിഷൻ ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മുടെ ഫാക്ടറീസ് ആക്ട് ആണ്. ഇൻ എവറി ഫാക്ടറി ക്യാൻറ്റീൻ ഫെസിലിറ്റി മസ്റ്റ് ബി ഗിവൺ വെൻ മോർ ദാൻ, എത്ര വർക്കേഴ്സ് മിനിമം വേണം ക്യാൻറ്റീൻ ഫെസിലിറ്റി നിർബന്ധമാകണമെന്നുണ്ടെങ്കിൽ ആസ് പെർ ഫാക്ടറീസ് ആക്ട്? ക്യാൻറ്റീൻ്റെ കാര്യമൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾ പഠിച്ച സമയത്ത് ഒന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു 250 ആളുകളുള്ളപ്പോഴാണ് ക്യാൻറ്റീൻ ഫെസിലിറ്റി മാൻഡേറ്ററി ആവുന്നത് ആസ് പെർ ഫാക്ടറീസ് ആക്ട്. ഇനി അടുത്തത് അണ്ടർ സെക്ഷൻ 245 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ഡെഫിനേഷനാണ് പറഞ്ഞേക്കണേ. ദ ഗവൺമെന്റ് കമ്പനി ഈസ് എ കമ്പനി which is not less than dash paid up capital held by central government, state government, partly by central government or more state government. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒന്നും രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ചേർന്നിട്ടോ എത്ര പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഒരു കമ്പനീനെ നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കുന്നത്?
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മെജോറിറ്റി സംഭവങ്ങളും ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആകുമ്പോൾ അതൊരു ഗവൺമെൻറ് കമ്പനി ആയി എന്ന്. ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല, കാരണം ഇവിടെ 50 എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ തന്നെ നിങ്ങൾ 51 മാർക്ക് ചെയ്യും. പക്ഷേ എൻ്റെ കൂടെ നിങ്ങൾ ഓർക്കേണ്ടത് 51ഉം 50 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമായിരുന്നോ? അത് വരാൻ പാടില്ല. 50% അബോവ് അല്ല ഗവൺമെൻറ് കമ്പനിയുടെ കണ്ടീഷൻ, 51% ആണ്. സോ മെജോറിറ്റി ഗവൺമെൻറ് ഹോൾഡ് ചെയ്താൽ പോരാ. മെജോറിറ്റി എന്ന് പറയുമ്പോൾ 50% മേളിലല്ലേ, ഇത് 51% മേളിൽ ഹോൾഡ് ചെയ്താലേ ഗവൺമെൻറ് കമ്പനി ആവത്തുള്ളൂ. മനസ്സിലായോ? ഇനി ഇതിനകത്ത് വേറൊരു പെർസെൻറ്റേജ് പറയുന്നുണ്ട്, 25ഉം 10% ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ റാൻഡംലി ചോദിക്കട്ടെ, അസോസിയേറ്റ് കമ്പനി ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യേണ്ടത്? 20% അബോവ് ആണ്. ഇതിന് പറയുന്ന പേരെന്താ? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് അല്ലേ? അസോസിയേറ്റ്സ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ അതുമായിട്ട് കൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഭീകര ക്വസ്റ്റനാ. നിങ്ങൾ കമ്പനീസ് ആക്റ്റും എല്ലാം അരച്ച് കളി കുടിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. നോക്കി, 1% കമ്പനി ഹാവ് ഒള്ളി വരെ അവിടെ തന്നിട്ടുണ്ട്. ഒള്ളിയെങ്കിലും ഒഴിവാക്കായിരുന്നു അല്ലേ? എത്ര മെമ്പർ ഉണ്ട്? 1 മെമ്പർ. ഓക്കെ, അത് 3 ഈസി ക്വസ്റ്റൻ ആയതുകൊണ്ടേ ഞാൻ അതിനകത്ത് ഇച്ചിരി മോട്ടിവേഷനും കൂടെ ചോദിക്കാം. 1% കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് വരെ ആകാം? മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ 1% കമ്പനി 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിക്കൊള്ളും. ഡയറക്ടേഴ്സിൻ്റെ എണ്ണം 15 തന്നെയാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ക്ലാസ്സിന് കൂടെ പറഞ്ഞു പോയൊരു ടോപ്പിക്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് എക്സ്പാൻഡ് ദ ടേം CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് പഠിക്കുക തന്നെ വേണം. നമുക്കറിയാം കമ്പനീസിന് CSR ഉണ്ട്. CSR റെസ്പോൺസിബിലിറ്റിയുടെ പാർട്ടായിട്ട് അവർ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളും ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് വെച്ചോ ബുക്ക് എടുത്തിട്ട്. ഞാൻ എന്താ എല്ലാം പറഞ്ഞു തരാത്തേ? ഞാൻ അതും കൂടെ പറഞ്ഞു തന്നാൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിങ്ങനെ ചോദ്യമായിട്ട് പറഞ്ഞിട്ട് ഞാനത് നിർത്തുമ്പോൾ എനിക്കത് അറിയില്ല എന്നൊരു ബോധം വരണം. ബുക്ക് എടുത്ത് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കണം. അങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊരു ബോധം നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോയി. നിങ്ങൾ ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണത് രജിസ്റ്റർ ചെയ്തു, നിങ്ങളത് റീഡ് ചെയ്തു, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്ത് വെച്ചു. അത്രയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനിൽ ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റോർ ആയിക്കോളും. പിന്നെ അത് പെട്ടെന്ന് മറന്നു പോകത്തില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞാലോ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു ഹോംവർക്ക്. CSRൻ്റെ ലിമിറ്റ്സും കാര്യങ്ങളും നോക്കി വെച്ചു. അടുത്തത് പ്രൈസ് ഇൻ എ കോൺട്രാക്ട് പ്രൈസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി. ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൽ പ്രൈസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? നമുക്കറിയാം പ്രൈസ് നിർബന്ധമാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ കണ്ടീഷൻസിൽ ഒന്നാണ്. പക്ഷെ ആ പ്രൈസ് എങ്ങനെയാകാം? നിങ്ങൾ എത്രയോ കോൺട്രാക്ട് ഓഫ് സെയിൽ എൻ്റർ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും അതിൻ്റെ പ്രൈസ് പറയുക? ഒന്നെങ്കിൽ നിങ്ങൾ ആ സെയിൽ ചെയ്യാൻ പോകുന്ന വസ്തുവിൻ്റെ പ്രൈസ് എന്നതായിരിക്കുന്നത് നേരത്തെ മുന്നേ കൂട്ടിയൊരു എഗ്രിമെൻറ്റിൽ എഴുതി വെക്കും. അല്ലെങ്കിലോ സെയിൽ നടക്കുന്ന പിന്നീടൊരു സമയത്തോ മറ്റോ ആണെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഡിസ്കസ് ചെയ്ത പ്രൈസ് അങ്ങ് തീരുമാനിച്ചോളാം എന്ന് പറയും അല്ലേ? അങ്ങനെ പല രീതിയിലായിരിക്കും കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ തന്നെ എവിടെയും കിടക്കുന്നത്. ഒന്നെങ്കിൽ കോൺട്രാക്റ്റിൽ തന്നെ ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണോ ഫിക്സ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച്, അല്ലെങ്കിൽ അന്നത്തെ മാർക്കറ്റ് വാല്യൂവിനേക്കാളും 10% കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് പറയും. ആ രീതിയിലായിരിക്കും നമ്മൾ അന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നതെന്ന്. അല്ലെങ്കിലോ ഡിറ്റർമൈൻ ബൈ ദ കോസ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദ പീപ്പിൾസ്. അത് ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് തമ്മിൽ എങ്ങനെയാണോ ഉറപ്പിക്കുന്നത് ആ രീതിയിൽ അങ്ങ് നടന്നോട്ടെ, തീരുമാനിച്ചാൽ മതി. ഫിക്സഡ് ആയിട്ട് നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കണമെന്നോ അങ്ങനെ കണ്ടീഷൻസോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെയാണ് ഹൗ ടു ഫിക്സ് എ പ്രൈസ് ഇൻ എ കോൺട്രാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ഡാഷ് ദ ബാങ്ക് ഡു നോട്ട് റിലീസ് എനി ഫണ്ട് ഓർ നോ ക്രെഡിറ്റ് ഈസ് ഗിവൺ ടു ദ ഫേം. ഫേമിന് ഫണ്ടും കൊടുക്കുന്നില്ല ക്രെഡിറ്റും കൊടുക്കുന്നില്ലാത്തത് താഴെ പറയുന്നത്, അതായത് നോൺ ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ബാങ്ക് ഷ്യൂരിറ്റി അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി, ബാങ്ക് ചെക്ക്. ചെക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് ഫണ്ട് ഇൻവോൾവ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റും ബാങ്ക് ഗ്യാരണ്ടിയും. രണ്ടിൻ്റെ നേച്ചർ എന്താ? ബാങ്ക് ഒരു ഷ്യൂരിറ്റി പോലെ ഒരു ഉറപ്പ് അവിടെ കൊടുക്കുക അല്ലേ? നിങ്ങൾ മറ്റേ ആൾ പൈസ തന്നില്ലെങ്കിൽ ബാങ്ക് വിൽ ടേക്ക് ഓവർ ഓഫ് ഇട്ട്, ആ രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി ഒരു കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ ബാങ്ക് ഗ്യാരണ്ടിയുടെ ഡെഫിനിഷൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ആണ് അണ്ടർ ബാങ്ക് ഗ്യാരണ്ടി ബാങ്ക് ഡു നോട്ട് റിലീസ് ഫണ്ട് ഓർ നോ ക്രെഡിറ്റ് ഈസ് ഗിവൺ ടു ദ ഫേം. സോ ഹിയർ ദ ആൻസർ ഈസ് ബാങ്ക് ഗ്യാരണ്ടി. ലെറ്റർ ഓഫ് ക്രെഡിറ്റും നോൺ ഫണ്ട് ബേസ്ഡ് തന്നെയാണ്, ബട്ട് ലേറ്റർ അത് കുറച്ച് ഫണ്ട് ബേസ്ഡ് ട്രാൻസാക്ഷനിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട് ബാങ്ക് ഗ്യാരണ്ടിനേക്കാളും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മളിവിടെ ബാങ്ക് ഗ്യാരണ്ടി ആയിരിക്കും മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ള രീതിയിലാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓൾസോ നോൺ ഫണ്ട് ബേസ്ഡ് തന്നെയാണ്. ഇനി എ പാർട്ട്ണർ ക്യാൻ റിട്ടയർ ഫ്രം ദ പാർട്ട്ണർഷിപ്പ് ബൈ. ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒരു പാർട്ട്ണർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ പോകാം?
എനിവേ ചുമ്മാ രാവിലെ വന്നിട്ട് ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയോ? പോരാ. അതൊരു ഒഫീഷ്യൽ പാർട്ട്ണർഷിപ്പ് ആണ് അല്ലേ, അത് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് പറഞ്ഞിട്ട് വരുന്നത് പോലെ തന്നെ പോകുമ്പോഴും അതിൻ്റെതായുള്ളൊരു റൂട്ടുണ്ട്. അപ്പോൾ ഒബിയസ്ലി എന്ത് ചെയ്യണം, ആദ്യം തന്നെ ബാക്കിയുള്ളവരെ അറിയിക്കണം, നോട്ടീസ് കൊടുക്കണം, അവരുടെ എല്ലാവരുടെയും കൺസെൻറ്റ് വാങ്ങിക്കണം അല്ലേ, അവരെല്ലാം അതിനോട് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി അതല്ല, ചില കേസിലൊക്കെ പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഈ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം ഇയാളെ പാർട്ണറായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുവാണ്, ആഫ്റ്റർ മെറ്റിംഗ് ദിസ് പർപ്പസ് ഈ പാർട്ണർ ഇതിനകത്തൊന്നും ഉണ്ടാവില്ല പറഞ്ഞു വിടും. അതെന്താ, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ തന്നെ അതിനുള്ള ക്ലോസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മേ ബി എല്ലാ പാർട്ട്നേഴ്സും അങ്ങനെയൊക്കെ പോകുന്നവരാണെങ്കിൽ ആ എഗ്രിമെൻറ്റിലെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ പാർട്ട്ണറിന് പോകാം. ആ ഓപ്ഷൻ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം ഫൈനാണ്, ഇതൊന്നും നിയമപരമല്ലാതാവാൻ ചാൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ, ബൈ ഗിവിംഗ് നോട്ടീസ്, ബൈ ഗെറ്റിംഗ് കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ടീസ്, വേർ ദർ ആർ എഗ്രിമെൻറ്റ് അബൌട്ട് റിട്ടയർമെൻറ്റിനെ കുറിച്ചൊരു എഗ്രിമെൻറ്റ് ഉണ്ട്. മേ ബി ഒരു ഏജ് ആയിരിക്കാം ക്രൈറ്റീരിയ, അങ്ങനെ പല രീതിയിലാണ്. സോ അക്കോർഡിംഗ് വിത്ത് ദ ടേംസ് ഓഫ് ആൻ എഗ്രിമെൻറ്റിൻ്റെ ടേംസ് അനുസരിച്ചിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ അങ്ങനെ. സോ എല്ലാ രീതിയിലും ഒരു പാർട്ട്ണർക്ക് എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിട്ടയർ ചെയ്യാം. ഇനി ഒരു മാനേജിങ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള മിനിമം ഏജ് 18 ആണോ 21 ആണോ, ഏതായാലും 50 ആയിരിക്കത്തില്ല എന്നുള്ള കാര്യം അറിയാം അല്ലേ. മാനേജിങ് ഡയറക്ടർ ഓഫ് എ കമ്പനി അല്ലേ, എത്രയായിരിക്കും? ഇറ്റ്സ് 21. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അല്ലേ. ഏതെങ്കിലും ഒരു കമ്പനിയിൽ MD ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന സ്വപ്നം കാണുന്ന സമയത്ത് 18 വയസ്സുള്ള നിങ്ങളുടെ ഫേസ് അല്ല, ഇച്ചിരി കൂടെ ബിഗർ ആയിട്ടുള്ള 21 years ഉള്ള ഇച്ചിരി കൂടെ മിഷൻ തടിയൊക്കെയുള്ള നിങ്ങളുടെ രൂപം അല്ല, നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി ആണുങ്ങളെ മാത്രം പറയാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ 21 ഇയറിലുള്ള നിങ്ങളുടെ ഒരു രൂപം ഇട്ടിട്ട് വേണം നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടി MDയുടെ കസേരയിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നം ചെയ്ത് തുടങ്ങുമ്പോൾ. ഓക്കെ, ദറ്റ് ഈസ് 21 years. ഇനി ഡയറക്ടർ ആവാനുള്ള മിനിമം ഏജ് എത്രയാ? MDക്ക് 21 ആണെങ്കിൽ ഡയറക്ടർക്ക് 18 ആയിരിക്കും അല്ലേ. 18 എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് വരാനുള്ള ഏജ് തന്നെയാണ്. പക്ഷെ ഒരിടത്തും ക്ലിയർലി ഡയറക്ടറുടെ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കുന്നുണ്ടാവില്ല. ബട്ട് അത് 18 ആണ്. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ MD ആവാൻ മിനിമം 21. അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്രയാണ്? എത്ര വയസ്സാകുമ്പോൾ MD കസേരയിൽ നിന്ന് നിങ്ങൾ റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത് ഇറങ്ങേണ്ടി വരുന്നുണ്ടാകും? 70 ആണ് അല്ലേ. ബട്ട് എല്ലാ കേസിലും 70 ആണോ? 70 കഴിഞ്ഞൊരു മാനേജിങ് ഡയറക്ടർ ഇന്ത്യൻ ചരിത്രത്തിലില്ല. അങ്ങനെയാണോ? ഉണ്ടല്ലോ, കുറേ പേരില്ലേ. അവരെങ്ങനെ ഇരിക്കുന്നേ? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട്. കമ്പനിയിലുള്ള ആളുകൾക്ക് കുഴപ്പമില്ലെങ്കിൽ കമ്പനീസ് ആക്ടിനും കുഴപ്പമൊന്നുമില്ല. 70 വരെയാണ് ഒരു ഏജ്. അത് കഴിഞ്ഞിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എത്തിക്സ്? ടൈപ്പ് ഓഫ് എത്തിക്സ് അല്ലാത്തത് ഏതാണെന്നാ? മെറ്റാ എത്തിക്സ് എന്താ? ഒറിജിനെ കുറിച്ചൊക്കെ പറയുന്നത്. നോർമേറ്റീവ് എത്തിക്സ്, റൈറ്റ് ഓർ റോങ് ഡിസ്കഷൻസ്. അപ്ലൈഡ് എത്തിക്സ്, ആപ്ലിക്കേഷൻ ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എന്താ വാല്യൂ എത്തിക്സ്? എത്തിക്സിൻ്റെ അത് വാല്യൂവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാല്യൂ എത്തിക്സ് എന്നൊരു സാധനം എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാവോ? എനിവേ അതല്ല, അങ്ങനൊരു സംഭവം ഉണ്ടോ? അതല്ല എത്തിക്സിൻ്റെ ടൈപ്പ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കവേർഡ് ഇൻ ഫാമിലി അണ്ടർ ESI ആക്ട്? ESI ആക്ടിൻ്റെ അകത്ത് എന്തൊക്കെ ഫാമിലിയിൽ കവേർഡ് ആണ്? ആൻസർ ഒന്ന് വായിച്ച് നോക്കി, അപ്പോൾ കിട്ടുമായിരിക്കും. സ്പൗസ് ഫാമിലി അല്ലേ? ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലിയാണ്. മൈനർ ലെജിറ്റിമേറ്റ് ഓർ അഡോപ്റ്റഡ് ചൈൽഡ് ഡിപ്പെൻഡഡ് ഓൺ ദി ഇൻഷുവേർഡ് പേഴ്സൺസ്. മൈനർ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ചൈൽഡ് അല്ലെങ്കിൽ അഡോപ്റ്റഡ് ആയിട്ടുള്ളൊരു ചൈൽഡ് ഫാമിലി ആയിരിക്കണം, മോസ്റ്റ് പ്രോബ്ലി ആയിരിക്കണം അല്ലേ. അടുത്തത്, അൺമാരീഡ് ഡോക്ടർ, കല്യാണം കഴിപ്പിക്കാത്ത ഡോക്ടർ ഫാമിലി ആയിരിക്കണം. ഓൾ ഓഫ് ദി എബോവ്. ഈ ഒരു ചാപ്റ്ററും ലോയും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആൻസർ ചെയ്തത്. സോ ഈ കാറ്റഗറി എല്ലാം എന്ത് തന്നെയാണ്? ഫാമിലി തന്നെയാണ്. അതിപ്പോൾ ഏത് ആക്ട് നോക്കിയാലും. ഓക്കെ, ഇനി Mr. Kirti was terminated by his employer of the factory with the reason of non-satisfaction of performance of Mr. Kirti's work. Mr. Kirti? Okay. When is the wage earned by Mr. Kirti till the date of termination needs to be paid by the employer? പുള്ളിയുടെ പണി പോരാ എന്നൊക്കെ പറഞ്ഞ എംപ്ലോയർക്ക് പറഞ്ഞൊക്കെ വിടാം. പക്ഷെ ഈ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ, ഇപ്പോൾ 10 ദിവസം പണിയെടുത്തെന്ന് വിചാരിച്ച ഒരു മാസം, ആ 10 ദിവസത്തെ സാലറി കൊടുക്കണമല്ലോ. നിന്റെ പണി എത്ര പോരാ കൊണ്ട് നീ പൊക്കോ, നിനക്ക് 10 ദിവസത്തെ സാലറി തരുന്നില്ല എന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? പറ്റില്ല. 10 ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തെ സാലറി തരണം എന്നാണ് റൂള്. സോ എംപ്ലോയർ അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ തിരിച്ചു നിന്നിട്ട് എന്ത് പറയാം? പറഞ്ഞതൊക്കെ കൊള്ളാം, ഞാൻ പോവുക, 2 ദിവസം സമയം തരും, അതിനുള്ളിൽ എൻ്റെ സാലറി എൻ്റെ അക്കൗണ്ടിൽ വന്നേക്കണം എന്ന് പറയാം. ബിക്കോസ് എന്താ, നമ്മുടെ ഫാക്ടറീസ് ആക്ട് അങ്ങനെയാണ് പറയുന്നത്. ബിഫോർ ദി എക്സ്പയറി ഓഫ് സെക്കൻഡ് വർക്കിംഗ് ഡേ. അപ്പം 2 ദിവസം എന്ന് പറയുമ്പോൾ 2 വർക്കിംഗ് ഡേയ്സിന് എടുത്ത് പറയണം കേട്ടോ. ബിക്കോസ് അതിൻ്റെ ഇടയ്ക്ക് വർക്കിംഗ് ഡേ അല്ല ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ പറ്റില്ല. സോ സെക്കൻഡ് വർക്കിംഗ് ഡേ കഴിയുന്നതിന് മുന്നേ വേണം
ടെർമിനേറ്റ് ചെയ്യുന്ന എംപ്ലോയിയുടെ സാലറി പേ ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? അങ്ങനെ ഓർത്താൽ മതി, ഇനി മറക്കത്തില്ല ഒന്നും. ഇനി ദ ബാങ്കർ മസ്റ്റ് റിഫ്യൂസ് കസ്റ്റമേഴ്സ് ചെക്ക്. കസ്റ്റമറിന്റെ ചെക്ക് ബാങ്കിന് റിഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇങ്ങനെ എപ്പോഴാണ് കസ്റ്റമർ ചെക്ക് കൊടുക്കുന്നത്? കസ്റ്റമർ ബാങ്കിനോട് പറയുവാണ്, ഞാൻ എൻ്റെ പൈസ നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നിട്ടുണ്ടല്ലോ, സോ ഡിയർ ബാങ്ക്, ഞാൻ പറയുന്നയാൾക്ക് താൻ പൈസ കൊടുക്കൂ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തരൂ, അല്ലെ? അങ്ങനെയാണ് ചെക്ക് കൊടുക്കുക. ചെക്ക് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വഴി കസ്റ്റമർ ബാങ്കിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ് അയാൾ പറയുന്നയാൾക്കോ അയാൾക്ക് തന്നെയോ ക്യാഷ് കൊടുക്കാൻ. സോ ബാങ്ക് ഈസ് സപ്പോസ് ടു ഒബൈ. പക്ഷെ ചില കേസിൽ ബാങ്ക് നിർബന്ധമായിട്ടും ബാങ്ക് മസ്റ്റ് റിഫ്യൂസ്. ഏത് കേസിലൊക്കെയാ നോക്കിയേ? കസ്റ്റമർ ഇൻസോൾവെന്റ് ആയി, പാപ്പരായി, കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ ബാങ്ക് കൊടുക്കണോ? വേണ്ട. കസ്റ്റമർ ഇൻസൈൻ ആയി, പ്രശ്നമാണ് അല്ലേ? അപ്പോൾ അത് ബോധത്തോടു കൂടി പറയുന്ന ആവില്ല, അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണല്ലോ, സോ അന്നേരവും കൊടുക്കേണ്ട ആവശ്യമില്ല. കൗണ്ടർമാൻസ് പേയ്മെന്റ്, അതെ സംഭവം. ചെക്ക് കൊടുത്തിട്ട് കസ്റ്റമർ ബാങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെക്ക് കൊടുത്തിട്ടുണ്ട്, ബട്ട് ചില സാങ്കേതിക കാരണങ്ങളാണ് ആ ചെക്ക് നിങ്ങൾ എൻക്യാഷ് ചെയ്യേണ്ട, പൈസ കൊടുക്കണ്ട, ഹോൾഡ് ചെയ്തോ. നമ്മൾ തന്നെ വിളിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു. നമ്മളതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൗണ്ടർ മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസിലൊന്നും ബാങ്ക് എന്ത് ചെയ്യണ്ട? പൈസ കൊടുക്കണ്ട. ഓക്കെ അല്ലേ? അടുത്തത്, ഇൻ ആൻ ഓപ്ഷൻ സെയിൽ. ഓപ്ഷൻ സെയിൽ എന്ന് പറയുമ്പോൾ ലോ പഠിക്കുന്ന കുട്ടികൾ എന്താ ഓർക്കേണ്ടത്? നമ്മുടെ ഫോൾ ഓഫ് ഹാമർ. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ആളാണ് അതിൽ ഹയസ്റ്റ് ബിഡർ. എന്നിട്ട് ഓപ്ഷണർ എന്ത് ചെയ്തു? ഹാമർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അയാളാണ് ഹയസ്റ്റ് ബിഡ് ചെയ്തത്. ഒരു തരം, 2 തരം, 3 തരം വിളിച്ച് ലേലം ഫൈനലൈസ് ചെയ്തു. ഇത് എന്ത് ടൈപ്പ് ഓഫ് അക്സെപ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇംപ്ലൈഡ് ആണോ എക്സ്പ്രസ്ഡ് ആണോ? എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ മൗത്തിലൂടെ വേർഡ്സ്, അല്ലെങ്കിലോ റിട്ടൺ ആയിട്ട് അക്സെപ്റ്റൻസ് പറയണം. ഇവിടെ അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഇല്ല. ഓപ്ഷണർ വല്ലതും മിണ്ടിയോ? ഓക്കെ, സെറ്റ്, പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഓപ്ഷണറുടെ ഫോൾ ഓഫ് ഹാമർ ആണ് ചെയ്തിട്ടുള്ളത്. സോ അതെന്താ? ബൈ ആക്ഷൻസ് ആണ് അക്സെപ്റ്റൻസ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ്. സ്പെഷ്യൽ അക്സെപ്റ്റൻസ് ഒക്കെ എന്തോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എന്താ? ഇംപ്ലൈഡ്. എക്സ്പ്രസ്ഡ് എല്ലാം നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെ ഇത് ഇംപ്ലൈഡ് ആണ്. അടുത്തത്, ഡാഷ് ക്യാൻ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ്. ആർക്കാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ ആകാൻ പറ്റുന്നത്? മൈനർക്ക് പറ്റുമോ? ഇല്ല. ഏലിയൻ എനിമി പറ്റുമോ? ഇല്ല. എനിമിയാണ്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? അതുപോലെ ഇപ്പം നമ്മൾ ഒരു പാകിസ്ഥാനായിട്ട് വാറാണ്, അപ്പോൾ വാറിൽ പാകിസ്ഥാൻകാരന് നമുക്ക് പാർട്ട്ണർഷിപ്പ് പറ്റുമോ? പറ്റില്ല. പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് അത്ര സൗണ്ട് അല്ലാത്ത വ്യക്തികൾ, അവർക്കും പറ്റില്ല. അപ്പോൾ ഇവർക്ക് ആർക്കും എന്ത് പറ്റില്ല? പാർട്ട്ണർ ആവാൻ പറ്റില്ല. ഇനി ഇച്ചിരി നല്ല രീതിയിൽ പഠിച്ച ആളാണെങ്കിൽ തോന്നും മൈനർക്ക് ബെനിഫിഷ്യറി ആയിട്ട്, അല്ലെങ്കിൽ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ്, അങ്ങനെ ഒരു ക്ലോസ് ഇല്ലേ? സോ അത് ഓർക്കേണ്ട കാര്യം ഇതാണ്. നമ്മളുടെ ഫസ്റ്റ് ലൈൻ എന്താ? മൈനർക്ക് പാർട്ട്ണർ ആവാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സെപ്ഷണൽ സിനാറിയോ ആണ് നമ്മൾ പഠിച്ചത്, ബെനിഫിറ്റ്സിലേക്ക് മാത്രമായിട്ട് ആഡ് ആകാം എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ചിന്തിച്ചാൽ മതി, ഒരുപാട് കാർഡ് കയറി ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. സോ ഹിയർ നൺ ഓഫ് ദി അബോവ്, ഈ പാർട്ടീസിനൊന്നും പാർട്ട്ണർ ആവാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് ബെനിഫിറ്റ്സിലേക്ക് പോലും പറ്റില്ല, ഒരു ഫുൾ പാർട്ട്ണർഷിപ്പിലേക്ക് എന്നുള്ള കാര്യത്തിലേക്ക് അങ്ങനെ എടുത്തൊരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനറിന്റെ സെക്കൻഡ് ക്ലോസിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി ഡാഷ് ഈസ് നോട്ട് ആൻ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് പാർട്ട്ണർ. എന്താ ഇംപ്ലൈഡ് അതോറിറ്റി? പ്രത്യേകിച്ച് എടുത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ജനറലി ഒരു പാർട്ട്ണർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇംപ്ലൈഡ് ആണ്. ആ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പം തന്നെ ഇന്ന കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാം. ബാക്കി പാർട്ട്നേഴ്സിനായിട്ട് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സെറ്റാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങൾ ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടും. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? അഡ്മിറ്റ് എനി ലയബിലിറ്റി ഇൻ എ സ്യൂട്ട് എഗെയിൻസ്റ്റ് ഫേമിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു സ്യൂട്ട് കോടതിയിൽ നിന്ന് വിധി വന്ന് വലിയൊരു പെനാൽറ്റി അടയ്ക്കണം ഒരു പാർട്ട്ണർക്ക്. എനിക്ക് അവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ഇംപ്ലൈഡ് അതോറിറ്റി അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ പാർട്ട്നേഴ്സ് അത് അടയ്ക്കും, അങ്ങനെ പറയാൻ പറ്റുമോ? കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഒരു പ്രശ്നമുണ്ടെന്ന് അല്ലേ? പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് നിങ്ങൾ പാർട്ട്ണർഷിപ്പിലൂടെ ഒരു ബിസിനസ് വല്ലതും റൺ ചെയ്യുക, ദിവസവും സാധനങ്ങൾ വാങ്ങിക്കണം, ഓരോന്നിനും പെർമിഷൻ എടുക്കണോ? വേണ്ട, അത് ഇംപ്ലൈഡ് അതോറിറ്റിയാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഒരു പാർട്ട്ണർക്ക് അതിനുള്ള അവകാശമുണ്ട്. സെറ്റിൽ അക്കൗണ്ട്സ് വിത്ത് എ പേഴ്സൺ ഡീലിംഗ് വിത്ത് ദ ഫേമിലോട്ട് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന കാശ് കൊടുക്കണം, അത് ഇംപ്ലൈഡ് അതോറിറ്റി അല്ലേ? ഓട്ടോമാറ്റിക്കലി ഒരു പാർട്ട്ണർക്ക് ബാക്കി പാർട്ട്നേഴ്സിന്റെ ബിഹാഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. അടുത്തത് റിസീവ് പേയ്മെന്റ്സ്, അതുപോലെ തന്നെ ഫേമിന് കിട്ടാനുള്ള കാശുകൾ വാങ്ങിക്കുന്നു. ഇതൊക്കെ ഒരു പാർട്ട്ണർക്ക് ഇംപ്ലൈഡ് അതോറിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആദ്യത്തെ കാര്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നിയില്ലേ? ഒരു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു സ്യൂട്ട് വഴി ഉള്ള ലയബിലിറ്റി ഇത്രയുമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർക്ക് ഇംപ്ലൈഡ് അതോറിറ്റിയിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് ഒന്നെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സ് അയാളെ റിട്ടേൺ ആയിട്ടോ മറ്റോ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അവരുടെയും കൂടെ പെർമിഷനോട് കൂടി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷൻ, സിമ്പിൾ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ദിസ് വൺ അത് തന്നെ ചെയ്യാൻ പറ്റില്ല, ഇംപ്ലൈഡ് അതോറിറ്റിയിൽ വരുന്നതല്ല. അണ്ടർ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, മാക്സിമം ഗ്രാറ്റുവിറ്റി പേയബിൾ, മാക്സിമം നിങ്ങൾക്ക് എത്ര രൂപ വരെ ഗ്രാറ്റുവിറ്റി കിട്ടും ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം? ദാറ്റ് ഈസ്
20 lakhs ആണ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് മേലുള്ള കാര്യങ്ങളൊക്കെ അത് പല രീതിയിലൊക്കെ ആയിരിക്കും വരിക. എനിവേ ഗ്രാറ്റുവിറ്റി ആക്ട് നിങ്ങൾക്ക് 20 lakhs വരെയാണ് മാക്സിമം ഗ്രാറ്റുവിറ്റി സംഭവിച്ചിട്ടുള്ളത്. ഈ 5 lakhും 3.5 lakhും ഒക്കെ കേൾക്കുമ്പോഴേ അറിയത്തില്ലേ, ഒന്നും ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ തന്നെ അതിൽ കൂടുതൽ ഇപ്പം ഗ്രാറ്റുവിറ്റിക്ക് വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് മീൻസ് ആസ് മച്ച് ആസ് മെറിറ്റഡ് ഓർ ഏൺഡ് ഇൻ എ കോൺട്രാക്ട് പേയ്മെന്റ്. അപ്പോൾ എന്തിൻ്റെയും ഒരു ലാറ്റിൻ വേർഡിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിൽ സിമ്പിൾ ആക്കുന്നത് അതിൻ്റെ ഓപ്ഷൻസ് ആണ്. നിങ്ങൾ ആ ഓപ്ഷൻസ് വായിച്ച് നോക്കി. എന്താ വേഗർ? നമുക്കറിയാം വേഗറിങ് കോൺട്രാക്ട്സ് അല്ലെ, ബെറ്റ് പോലുള്ള കോൺട്രാക്റ്റുകൾ. എന്താ ഇൻജങ്ഷൻ ഓർഡർ? കോർട്ട് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യരുത്. നമ്മൾ പാറമടയൊക്കെ പഠിക്കുമ്പോൾ ഇൻജക്ഷൻ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ? സോ അങ്ങനെ ഒരു സ്റ്റോപ്പിംഗ് കോർട്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന ഇൻജക്ഷൻ ഓർഡർ. പിന്നെ ആകെപ്പാടെ അതിനകത്ത് ആൻസറായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരേ ഒരു സാധനം എന്താ? കോണ്ടം മെറിയൂട്ട്. എന്താ കോണ്ടം മെറിയൂട്ട് എന്ന് പറഞ്ഞാൽ? എത്ര വർക്ക് ചെയ്തോ അത്രയത്തിനുള്ള പേയ്മെന്റ്, എത്ര പണിയെടുത്തോ അതിനുള്ള പേയ്മെന്റ്, ആ വർക്ക് ചെയ്തതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് കിട്ടുക. കോണ്ടം മെറിയൂട്ട്. ആസ് മച്ച് ആസ് ഏൺ, എത്ര ഏൺ ചെയ്തോ അതിനുള്ള അർഹതയുണ്ടതാണ് കോണ്ടം മെറിയൂട്ട് പറയുന്നത്. ഓക്കെ. ഡാഷ് ഈസ് ഓർ ആർ നോട്ട് എക്സാമ്പിൾസ് ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. എന്താ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി? സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ആണ് അല്ലേ. കോൺട്രാക്ട് എഴുതിയ സമയത്തൊക്കെ എല്ലാം വെൽ ആൻഡ് ഗുഡ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. ആ കോൺട്രാക്ട് യാതൊരു വിധത്തിലും നടക്കാൻ പോകുന്നില്ല അല്ലേ. കപ്പൽ വരുന്നൊരു സാധനം വിൽക്കാൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, കപ്പൽ മുങ്ങി. നടക്കുമോ പിന്നെ ആ കോൺട്രാക്ട്? ഇല്ല. അതാണ് സബ്സിക്വൻറ്റ് അഥവാ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. ഇതിൽ പറയുന്നത് ഏതൊക്കെയാ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് നോക്കിയേ. ലോക്കൗട്ട് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആണോ? അല്ല അല്ലേ. ലോക്കൗട്ട് ടെമ്പററി ആണ്. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഗവൺമെന്റ് ലോക്കൗട്ട് ഏർപ്പെടുത്തി മാറി, അല്ലെങ്കിൽ എംപ്ലോയർ ലോക്കൗട്ട് ഏർപ്പെടുത്തി മാറി. അടുത്തത് സിവിൽ ഡിസൊബീഡിയൻസ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു. മൊത്തത്തിലൊരു സ്ട്രൈക്ക് പോലത്തെ പ്രശ്നങ്ങൾ. അടുത്തത് സ്ട്രൈക്കാണ്. അതുപോലത്തെ സ്ട്രൈക്ക് നടക്കുന്നു. ഇതൊക്കെ എന്താ? ടെമ്പററി ആണ് നേച്ചർ. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും അല്ലേ. അന്നേരം നമുക്ക് കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഇമ്പോസിബിൾ ആയിട്ടൊന്നും മാറുന്നില്ല ഈ കേസിലൊന്നും. സോ ഈ തന്നിരിക്കുന്ന എല്ലാം നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആണ്. ഇതൊന്നും അതിനുള്ള എക്സാമ്പിൾസ് അല്ല. സോ ഓൾ ഓഫ് ദി അബോവ് ഒന്നും സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി അല്ല. അടുത്തത് there may be fiduciary relationship exist between. ആരൊക്കെ തമ്മിലാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉള്ളത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്? ഒരാൾക്ക് മറ്റേ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. ഒരു ടീച്ചറിന് സ്റ്റുഡൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ഒരു ഡോക്ടർക്ക് പേഷ്യൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ദാറ്റ് മീൻസ് അതിൽ വൾണറബിൾ ആയിട്ടുള്ള പാർട്ടി മറ്റേ പാർട്ടിനെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രസ്റ്റിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലാണ് മറ്റേ ആൾ നിൽക്കുന്നത്. അങ്ങനെ നിന്നിട്ട് ആ ഒരു പൊസിഷൻ, ആ ഒരു ട്രസ്റ്റ് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലുള്ള ആൾ ആ ഒരു റിലേഷൻ മിസ്യൂസ് ചെയ്യുന്നു. അതെന്താ വെച്ചാൽ നമ്മൾ എന്താ പഠിച്ചത്? അങ്ങനെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലുള്ള ഒരാൾ ആ ഒരു റിലേഷൻഷിപ്പ് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് വോയിഡബിൾ ഒക്കെ ആയിട്ട് മാറും അല്ലെ. മറ്റേ പാർട്ടിക്ക് വേണമെങ്കിൽ അത് അബ്യൂസ് ഓഫ് പൊസിഷനോ അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് ട്രസ്റ്റ് ഒക്കെ ആയിട്ട് ക്ലെയിം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. സോ ആരൊക്കെ തമ്മിലായി ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉള്ളത്? നമുക്ക് വായിക്കുമ്പോൾ അറിയാം. ടീച്ചറിന് സ്റ്റുഡൻറ്റിൻ്റെ മേളിൽ ആ ഒരു പവർ ഉണ്ട്, ഡോക്ടർക്ക് പേഷ്യൻറ്റിൻ്റെ മേളിൽ ആ ഒരു പവർ ഉണ്ട്, അഡ്വക്കേറ്റിന് ക്ലയൻറ്റിൻ്റെ മേളിൽ ആ ഒരു പവർ ഉണ്ട്. ദീസ് ആർ ദ കേസസ് ഓഫ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. സോ ഇതെല്ലാം ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൻ്റെ പ്രൊവിഷനിൽ വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് ദ ഫുൾ ഫോം ഓഫ് ഡിൻ. എന്താ ഡിൻ? നമ്മൾ ഡയറക്ടേഴ്സിനകത്ത് ഡയറക്ടർ ആവാൻ ആദ്യമായിട്ടൊരു സംഭവം ഒന്നാണ് എന്ത്? ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഡിൻ അല്ലേ. അപ്പോൾ ഒരാൾ 2 കമ്പനിയിൽ ഡയറക്ടർ ആണെങ്കിൽ അയാൾക്ക് 2 ഡിൻ ഉണ്ടാവുമോ? ഇല്ല. അത് നമ്മുടെ ആധാർ നമ്പർ പോലെയാണ് അല്ലേ. എത്ര കമ്പനിയിൽ ഡയറക്ടർ ആണെങ്കിലും ഡിൻ ഉണ്ടാവും. ബിക്കോസ് ഡിന്നിൻ്റെ ഒരു പർപ്പസ് അങ്ങനെ തന്നെയാണ്. ഒരാളുടെ ഡിൻ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് MCAയുടെ സൈറ്റിൽ അയാൾ ഏതൊക്കെ കമ്പനിയിൽ ഡയറക്ടറാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ ഒറ്റ ഡിൻ നമ്പറേ ഉണ്ടാവുള്ളൂ. അത് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. ഡയറക്ടർ ഇൻഡയറക്റ്റ് നമ്പറോ ഡയറക്ടർ ഇൻഡന്റ് നമ്പറോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ. ഇനി ഔട്ട് ഓഫ് ദി ഫോളോവിങ് ഡാഷ് ആർ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. നമ്മൾ LLPയുടെ കേസിലും പറഞ്ഞു തന്നെയാണ്. കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താ നമ്മൾ പഠിക്കുക? അതിങ്ങനെ കാണാതെ പഠിക്കണം. നിങ്ങൾ കമ്പനീസ് ആക്ട് ഇങ്ങനെ കുറേ തവണ പഠിച്ച് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം. പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, മെമ്പേഴ്സ് വേറെ കമ്പനി വേറെ, ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അല്ലേ. ഒരു ഷെയർ ഹോൾഡറിൻ്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ വാല്യൂ ആണ് മാക്സിമം. ലോൺ എടുത്താൽ അത് കമ്പനിയുടെ ലയബിലിറ്റി ആണ് അല്ലേ. സോ ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. എന്താ പറയാം? ഓക്കെ, നമ്മൾ കവർ ചെയ്തു പോയിന്റ്സ് ഒക്കെ. അപ്പോൾ ഈ പോയിന്റ്സ് ഇവിടെ കിടന്നിട്ടുള്ളത്. സെപ്പറേറ്റ് ലീഗൽ, പിന്നെ നമുക്കറിയാം ഗവൺമെൻറ് ലീഗലുണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇതിനകത്ത് എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഓൾ ഓഫ് ദി അബോവ് എല്ലാം കമ്പനിയുടെ ഫീച്ചേഴ്സാണ്. ഇനി
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. ഇതിൽ ആർക്കൊക്കെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും? എ പേഴ്സൺ ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി, ഓബ്വിയസ്ലി പറ്റും അല്ലെ. മേജർ ആയി കഴിഞ്ഞാൽ അതാണല്ലോ, മൈനർക്ക് പറ്റത്തില്ലെങ്കിൽ മേജർക്ക് പറ്റും, ഒബ്വിയസ്. ഇനി അടുത്ത എന്താ? ഭരതനാഷ്യൻ വുമൻ, അതാരാ? കേട്ടിട്ടുണ്ടാവുമല്ലോ ആ ടേം. ഭരതനാഷ്യൻ വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്ന് ഇച്ചിരി ഒന്ന് മാറി നിൽക്കുന്ന വ്യക്തിയായിരിക്കും. അത് വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് വിമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുള്ളത്. അവർക്ക് അധികം എഡ്യൂക്കേഷൻസോ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ള ആ ടൈപ്പ് ഓഫ് നോളജുകളോ ഒന്നും ഉണ്ടാവില്ല. സോ അവരൊരു മൈനറിനെ പോലെ ട്രീറ്റ് ചെയ്യുകയാണ് അല്ല, അതുകൊണ്ട് അവരെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല അതിനു വേണ്ടി. സോ അങ്ങനത്തെ ഉള്ള വിമൻസ് ആർ, അവരുടെ കോൺട്രാക്ട് അത്ര വാലിഡ് ആവില്ല. അടുത്തത് ലുനാറ്റിക്. ലുനാറ്റിക്കിന് കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അതിലൊരു സബ് പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലുനാറ്റിക് ആയിട്ടുള്ള ആളുടെ ലൂസിഡ് ഇൻട്രവൽസ്. അവിടെ മേ ബി നിങ്ങൾക്ക് ഒരു സംശയം തോന്നാൻ ഒരു ചാൻസ് ഉണ്ട്, പക്ഷേ ആൻസർ ഒന്നല്ലേ വരുള്ളൂ. പക്ഷേ എ ആൻഡ് സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട് അല്ലേ. സോ നമ്മൾ നോക്കണം എന്താ ലൂസിഡ് ഇൻട്രവൽ എന്ന് പറയുന്നത്. അതിൽ ബോധമുള്ള സമയം. ലുനാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി നല്ല സൗണ്ട് മൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ ലൂസിഡ് ഇൻ്റർവെൽസ് എന്ന് പറയുക. ആ ടൈമിൽ അയാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ ആ കോൺട്രാക്ട് വാലിഡ് ആണ്. സോ ലൂസിഡ് ഇൻ്റർവെൽസിൽ ചെയ്യുന്ന കോൺട്രാക്ട് വാലിഡ് ആണ്. സോ എ ആൻഡ് ബി രണ്ട് കേസിലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ അയാൾ കോമ്പീറ്റൻ്റ് ആണ്. ഓക്കെ അല്ലേ. അടുത്ത പോയിന്റ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് റിലേഷൻഷിപ്പ് ഡസ് നോട്ട് റേസ് പ്രിസംപ്ഷൻ ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. നമ്മൾ ഓൾറെഡി ഒന്ന് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിന്റെ കേസിൽ പറഞ്ഞു. സെയിം അതിനെ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏതൊക്കെ കേസിലാണ് അൺഡ്യൂ ആയിട്ട് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് വന്നാൽ എന്താ പ്രശ്നം? കോൺട്രാക്ട് വിൽ ബിക്കം വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് മറ്റേ പാർട്ടി. അങ്ങനെയല്ല സംഭവിക്കുക. സോ ഇവിടെ ഏതൊക്കെ കേസാണെന്ന് നോക്കിയേ. ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി. ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒരു ട്രസ്റ്റ്, അതിന്റെ ബെനിഫിഷ്യറി, കംപ്ലീറ്റ് ട്രസ്റ്റ് തന്നെയല്ലേ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് അവിടെ വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഡോക്ടർ ആൻഡ് പേഷ്യന്റ്. ഫിഡ്യൂഷ്യറി ആണ്. പേഷ്യന്റ് കണ്ണടച്ച് ഡോക്ടറെ വിശ്വസിച്ചിട്ടാണ് ബോധമില്ലാതെ പോയി കിടക്കുന്ന നല്ല ഓപ്പറേഷൻ സർജറിക്കും ഒക്കെ. ലാൻഡ് ലോഡ് ആൻഡ് ടെനന്റ്. ഈ ഒരു വീട് അല്ലെങ്കിൽ ഒരു ലാൻഡ് കൊടുക്കുന്ന ആള്, അവിടെ താമസിക്കുന്ന ടെനന്റ്, ഇവർ തമ്മിൽ ഇതുപോലൊരു ബ്ലൈൻഡ് ട്രസ്റ്റ് ഉണ്ടോ? എൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല, പെൻഡിങ്ങിൽ വെക്കാം. അടുത്ത് നോക്കിയേ, സോളിസിറ്റർ ആൻഡ് ക്ലയന്റ്. അഡ്വക്കേറ്റ്സും ക്ലയൻസും തമ്മിൽ അങ്ങനെ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് ഉണ്ട് അല്ലെ. ക്ലയൻസ് ഫുള്ളായിട്ട് അഡ്വക്കേറ്റിനെ വിശ്വസിക്കുന്നുണ്ട്. വേണമെങ്കിൽ അഡ്വക്കേറ്റിന് ക്ലയന്റിനെ മേലുള്ള ഇൻഫ്ലുവൻസ് മിസ്യൂസ് ചെയ്യാനുള്ള പൊസിഷനൊക്കെ ഉണ്ട്. അവിടെ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ സംശയം തോന്നുന്നത് ഇവിടെ അങ്ങനെ രണ്ട് ഇൻഫ്ലുവൻസിന്റെ പോസിബിലിറ്റി ഇല്ലല്ലോ എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണ്. ലാൻഡ് ലോഡ് ആൻഡ് ടെനന്റിന്റെ കേസിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിന് സ്കോപ്പ് ഇല്ല. അടുത്തത്, The provisions of Employee Provident Fund and Miscellaneous Provisions Act of 1952 are now applicable to employees who are drawing. കണ്ടോ, അങ്ങനെയുള്ള നമ്മുടെ ലേബർ ലോസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം ഈ ഒരു നേച്ചറിലാണ്. ഈ ഒരു ആദ്യത്തെ ആ ഒരു ലോസിന്റെ ആദ്യത്തെ പാർട്ടിൽ കവർ ചെയ്യുന്ന ലോയുടെ പർപ്പസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നു. ആർക്കാണ് ലോ ആപ്ലിക്കബിൾ, ആ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷനിൽ തന്നെയാണ് ഈ ഒരു നമ്മുടെ ലേബർ ലോസസിനുള്ള ക്വസ്റ്റ്യൻസ് കാണുക. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആർക്കാണ് മാൻഡേറ്ററി ആയിട്ട് ആപ്ലിക്കബിൾ ആവുന്നത്, എത്ര സാലറി വരെയാണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം 15,000 ആണ് അല്ലെ. അപ്പം നമ്മൾ 2-3-4 ആക്ടുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ എമൗണ്ടിൽ കൺഫ്യൂഷൻസ് വരും. സോ ഓരോ ആക്ടിലും പറഞ്ഞിട്ടുള്ള ലിമിറ്റ്സുകൾ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ എഴുതി കീപ്പ് ചെയ്യുക. ഓക്കെ. അടുത്തത്, ഡാഷ് ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് ഗുഡ് അണ്ടർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ എന്തിനെയൊക്കെയാണ്, ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ എന്തിനെയൊക്കെയാണ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തെന്ന് ചോദിച്ചിരിക്കുന്നത്? ഗ്യാസ്, നമുക്ക് സിലിണ്ടറിലാക്കിയിട്ടും പൈപ്പ് വഴിയൊക്കെ കിട്ടുന്ന ഗ്യാസ്, അത് ഗുഡ് അല്ലേ? ഒബ്വിയസ്ലി അത് ഗുഡാണ്. പിന്നെ വാട്ടർ, ബോട്ടിലാക്കി കുപ്പിയിൽ കിട്ടുന്ന വാട്ടേഴ്സ്, നമ്മുടെ RO വാട്ടേഴ്സ്, ഓൾ ദീസ് ആർ ഗുഡാണ്. ഇലക്ട്രിസിറ്റി ഈസ് എ ഗുഡ്, നമ്മൾ എടുത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്. സോ ഓൾ ഓഫ് ദി കേസ് എബോവ്, എല്ലാ കേസും ഗുഡാണ്. എന്നാൽ ഗുഡ് അല്ലാത്ത 2-3 പറയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയാ ഗുഡ് അല്ലാത്തതെന്ന് നമ്മൾ പറയുന്നത്? നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എടുത്താൽ അത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലല്ല വരിക, അതിന് വേറൊരു ആക്ട് ഉണ്ട്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം നോക്കുമ്പോൾ അത് വരത്തില്ല. പിന്നെ അതല്ലാതൊരു സംഭവം മണി അല്ല, നമ്മുടെ കറൻസി, നമ്മുടെ മണി നമ്മളൊരു ഗുഡായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ആക്ഷനബിൾ ക്ലെയിംസ് എന്ന് കണ്ടത് ഓർക്കുന്നുണ്ടോ? അതെന്താ ആക്ഷനബിൾ ക്ലെയിംസ്? നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, അപ്പം നമുക്ക് തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. ഒരു കടം തിരിച്ചു തരാനുള്ള ഒരു വ്യക്തി അല്ലേ, അത് ആക്ഷനബിൾ ക്ലെയിംസാണ്. ചോദിക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. ആക്ഷനബിൾ ക്ലെയിംസ് ഒന്നും എന്തല്ല, ഗുഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഓക്കെ. അടുത്തത്, an employee may be disqualified from receiving bonus if he is dismissed on the following grounds. താഴെ പറയുന്നതിൽ എന്ത് കാരണങ്ങൾ കൊണ്ട് ഡിസ്മിസ് ചെയ്താലാണ് ഒരു എംപ്ലോയിക്ക് ബോണസ് കൊടുക്കാതെ ഇരിക്കാൻ പറ്റുന്നത്? 1, ഫ്രോഡ്, കയ്യിലിരിപ്പ് കാരണമാണല്ലേ, കിട്ടത്തില്ല. അടുത്തത്, തെഫ്റ്റ്, മോഷണം,
മിസ്അപ്രോപ്രിയേഷൻ, ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, സബോട്ടേജ് എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കുന്നു, റയോട്ടസ് ഓർ വയലന്റ് ബിഹേവിയർ ഓൺ ദ പ്രിമൈസസ്. ഓക്കെ, പ്രിമൈസസിൽ റയോട്ടസ് അല്ലെങ്കിൽ വയലന്റ്ലി ബിഹേവ് ചെയ്യുന്നു, എല്ലാം മോഷൻ കെലിജിബിളാണ്. ഈ പല കാരണങ്ങൾ കൊണ്ടും അയാൾക്ക് ബോണസ് കൊടുക്കാതിരിക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാകും. സോ ഓൾ ഓഫ് ദി കേസസിൽ എന്താണ്, ബോണസ് കൊടുക്കാതിരിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്സെപ്റ്റൻസ് ഇൻ ഇഗ്നോറൻസ് ഓഫ് ഓഫർ ഈസ് വാലിഡ് ആണോ അല്ലയോ? എന്താ ഈ അക്സെപ്റ്റൻസ് ഇൻ ഇഗ്നോറൻസ് ഓഫ് ഓഫർ? ഓഫർ ഉണ്ടെന്ന് അറിയാതെ ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു കഥയുണ്ട് പഠിക്കുന്ന സമയത്ത്, അല്ലേ? ഒരാളുടെ ഡോഗ് അല്ലെങ്കിൽ ഒരാളുടെ മകനെ കാണാതെ പോയി. എല്ലാവരും തപ്പി നടക്കുന്നപ്പോൾ അച്ഛൻ എന്ത് അനൗൺസ് ചെയ്തു? തപ്പി കണ്ടുപിടിച്ച് തരുന്ന ആൾക്ക് ഇത്രയും എമൗണ്ട് തരാമെന്ന് പറയുന്നു. ബട്ട് ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാതെ മനസാക്ഷി ഓർത്തിട്ട് ഒരാൾ പോയി മകനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ട് തന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് പോലും അയാൾ അറിഞ്ഞിട്ടില്ല. ഹീസ് ഇഗ്നോറന്റ് ഓഫ് ദാറ്റ് ഓഫർ. ഇനി കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പൈസ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഈ ഓഫർ അറിഞ്ഞിട്ടല്ല അയാൾ കുഞ്ഞിനെ തപ്പിപ്പോയതും കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ട് കൊടുത്തതും. ഹീസ് ഇഗ്നോറന്റ് ഓഫ് ഓഫർ. സോ ഈ അക്സെപ്റ്റൻസ് ഇൻ ഇഗ്നോറൻസ്, ഇഗ്നോറൻസിലുള്ള ഒരാൾക്ക്, ഈ ഒരു ഓഫറിനെ കുറിച്ച് അറിയത്തില്ലാത്ത ഒരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമോ? ഇല്ല. ഓഫർ അറിഞ്ഞാൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അക്സെപ്റ്റൻസ് ഇൻ ഇഗ്നോറൻസ് ഓഫ് ആൻ ഓഫർ ഈസ് ഇൻവാലിഡ്. എന്തുകൊണ്ടാണ് ഞാനത് വോയിഡ് അല്ല ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞത്? ഇത് തമ്മിൽ എന്താ വ്യത്യാസം? വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഒരു എഗ്രിമെന്റിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ് എഗ്രിമെന്റ് വരിക, അല്ലെ? സോ എഗ്രിമെന്റ് ഒക്കെ ആയി, കോൺട്രാക്ട് ആയി, അതിനുശേഷം എന്തെങ്കിലും പ്രശ്നം കാരണം ആ കോൺട്രാക്ട് നടക്കാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ വോയിഡ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്, അല്ലെ? സബ്സിക്വന്റ്ലി അത് വോയിഡ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ബട്ട് ഇവിടെ എന്താ, ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് എഗ്രിമെന്റ് ആ ലെവലിലേക്ക് തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് അതെന്താ, ഇൻവാലിഡ് ആണ്. ഈ ഡിഫറൻസ് അറിയാമല്ലോ, അല്ലെ? സോ ഇവിടെ അറിയാത്ത ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ അക്സെപ്റ്റൻസ് എന്തായിരിക്കും? അതൊരു ഇൻവാലിഡ് അക്സെപ്റ്റൻസ് ആയിരിക്കും. അതൊരു കോൺട്രാക്ടിന്റെ ലെവലിലേക്കൊന്നും എത്തുന്ന പോലുമില്ല. അക്സെപ്റ്റൻസ് തന്നെ ഇൻവാലിഡ് ആയിട്ട് പോകുന്നു. അടുത്തത് സ്ട്രേഞ്ചർ ടു എ കൺസിഡറേഷൻ. സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റും ഉണ്ട്, സ്ട്രേഞ്ചർ ടു എ കൺസിഡറേഷനും ഉണ്ട്, അല്ലെ? സോ സ്ട്രേഞ്ചർ ടു എ കൺസിഡറേഷൻ കോൺട്രാക്റ്റിന് സ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കോൺട്രാക്റ്റിലേ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് സ്യൂ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്ട്രേഞ്ചർ ടു എ കൺസിഡറേഷൻ ആണെങ്കിലോ ഹി can file a suit. അടുത്തത് വാലിഡിറ്റി ഓഫ് കോൺട്രാക്ട് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ. കോൺട്രാക്ടിന്റെ വാലിഡിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? റിയൽ ഫാക്ട്സ് ഓഫ് ദി കേസസ് അറിയാതെ ഒരാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ ആ കോൺട്രാക്ട് നല്ല കോൺട്രാക്ട് ആവില്ല. മിസ്റെപ്രസെന്റേഷൻ, ഒരാളെ പറ്റിച്ച് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിച്ചാലോ അത് വാലിഡ് കോൺട്രാക്ട് ആവില്ല. ഫ്രോഡ്, കള്ളത്തരം ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിലോ അതും കോൺട്രാക്ട് ആവില്ല. പക്ഷെ ഇന്ത്യൻ ലോ അറിയാത്തതിന്റെ പേരിൽ ഞാൻ അറിയാതെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആയിപ്പോയി, സോ കോൺട്രാക്ട് വാലിഡ് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യൻ ലോ എല്ലാവരും അറിയണം. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യൻ ലോ എല്ലാവരും അറിയുക. എല്ലാവർക്കും ഇന്ത്യൻ ലോ അറിയാമെന്നുള്ളതാണ് പ്രിസംഷൻസ്. ഇന്ത്യൻ ലോസ് എല്ലാവരും അറിഞ്ഞേ പറ്റത്തുള്ളൂ. സോ ഇന്ത്യൻ ലോ അറിയില്ല എന്നുള്ളത് കോൺട്രാക്ടിന്റെ വാലിഡിറ്റിനെ അഫക്ട് ചെയ്യത്തില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ ഫാക്ട്സ് അറിഞ്ഞില്ല, അയാളെ പറ്റിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു, ഫ്രോഡ് ഇൻവോൾവ് ആണ്, ഈ കേസസ് കൊണ്ടൊക്കെ കോൺട്രാക്ട് എന്താകും? ഇൻവാലിഡ് ആയി പോകും. സോ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് കോൺട്രാക്ടിന്റെ വാലിഡിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു മാറ്റർ അല്ല. അടുത്തത്, P agrees to pay T 5,000 if T will marry P's daughter Z. അപ്പൊ പിയുടെ മകളായിട്ടുള്ള സെഡിനെ ആര് മാരി ചെയ്താലാ? ടി മാരി ചെയ്താൽ ടിക്ക് 5,000 rupees തരാമെന്ന് ആര് പറയുന്നു? ഫാദർ പറയുന്നു. Z was dead at the time of agreement. ബട്ട് ഇവർ ഈ എഗ്രിമെന്റിൽ എഴുതുന്ന സമയത്ത് തന്നെ ഈ മകൾ ജീവനോടെ ഇരിപ്പുണ്ടോ? നോ, ഷി വാസ് ഡെഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന്റെ നേച്ചർ ചോദിച്ചിരിക്കുന്നത്. എഗ്രിമെന്റ് എന്താണ്? വോയിഡ് ആണ്, അല്ലെ? എന്ത് ടൈപ്പ് ഓഫ് വോയിഡാ? വോയിഡ് അബ് ഇനിഷ്യോ. ഫ്രം ദ വെരി ബിഗിനിങ് അതെന്താണ്? വോയിഡ് ആണ്, വോയിഡ്. അടുത്തത്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റിക്വയർ മിനിമം ക്യാപിറ്റൽ ഓഫ്. ഒരു പുതിയ കൊമേഴ്ഷ്യൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി RBIയുടെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പറഞ്ഞ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ക്യാപിറ്റൽ എത്ര വേണം? 500 crores, അല്ലെ? എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. എന്താ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്? പാർട്ട്ണർഷിപ്പിൻ്റെത്, LLPയുടേത്, കമ്പനിയുടേത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്, അതൊക്കെ നോക്കി വെച്ചോണം. സോ പാർട്ട്ണർഷിപ്പിന്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ രണ്ട് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ആണ്, അല്ലേ? അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, ലോഫുൾ ബിസിനസ്സിന് വേണ്ടി. സ്മഗ്ലിങ്ങിന് വേണ്ടി പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. ലോഫുൾ ബിസിനസ്സിന് വേണ്ടി ആയിരിക്കണം. സോ ഇതെല്ലാം തന്നെ
പാർട്ട്ണർഷിപ്പിന്റെ എസെൻഷ്യൽസ് ആണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ ഫീച്ചേഴ്സ് ഓഫ് LLP. നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പക്ഷേ ഇതെല്ലാം LLPയുടെ ഫീച്ചേഴ്സ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ബോഡി കോർപ്പറേറ്റ് ആണ്, സെവറൽ ലീഗൽ എൻറ്റിറ്റി ആണ്, പെർപെച്വൽ സക്സഷൻ ഉണ്ട്, ലൈക്ക് കമ്പനി. അടുത്തത് സോഴ്സ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്. ലോ ഓഫ് കോൺട്രാക്റ്റിന്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്റ്റും ലോയും തമ്മിൽ എന്താ വ്യത്യാസം? ലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, കമ്പനീസ് ആക്ട് പോലുള്ള ആക്റ്റും ഉണ്ട്. അതുപോലെ ആക്ടിനോട് കൂടെ അവർ പറഞ്ഞിട്ടുള്ള റൂൾസ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് കോർട്ടിൽ എന്തെങ്കിലും കേസ് വിധിയോ വന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് ലോസസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ നമുക്ക് എക്സിസ്റ്റിങ്ങിലായിട്ടുള്ള കുറച്ച് കസ്റ്റംസും കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ റൂൾസിൽ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും, അതുണ്ടാകും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ അതിനെ ലോ എന്ന് വിളിക്കുന്നത്. ആക്ട് എന്ന് പറയുന്നത് ബെയർ ആക്ടാണ്. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞ് എഴുതി ബുക്ക് വായിക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ നിയമം. അതിൻ്റെ കൂടെ ചില കേസിൽ റൂൾസ് റെഫർ ചെയ്യാൻ പറയും, അപ്പോൾ റൂൾസ് നോക്കണം. ചില കേസിൽ ഇതൊന്നും അല്ലാതെ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് കോടതി ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയും, ഈ കാര്യം ഇങ്ങനെയായിരിക്കും ഇനി മുതൽ നടക്കുക. അപ്പോൾ കേസ് ലോസ് നോക്കണം, കസ്റ്റം പ്രാക്ടീസസ് കാണും, അത് നോക്കണം. സോ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ലോ എന്ന് വിളിക്കുന്നത്. ആക്ടും ലോയും തമ്മിലുള്ള വ്യത്യാസം. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുമ്പോൾ ലോ ഓഫ് കോൺട്രാക്ട് അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? അതിലൊന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. പിന്നെ ഈ പറഞ്ഞ കേസ് ലോസ് അഥവാ ജുഡീഷ്യറിയുടെ ഡിസിഷൻസ് ഉണ്ടാകും, കസ്റ്റംസ് ആൻഡ് യൂസേജ് ഓഫ് ട്രേഡ് ഉണ്ടാകും. സോ ഇതെല്ലാം തന്നെ ലോ ഓഫ് കോൺട്രാക്റ്റിന്റെ സോഴ്സസ് ആണ്. ഇനി വാലിഡ് എഗ്രിമെന്റ് ഈസ്. വാലിഡ് എഗ്രിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഗ്രിമെന്റ് വാലിഡ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാ? അതൊരു ഓഫർ ഉണ്ടാവണം, വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, പാർട്ടീസ് കോമ്പീറ്റന്റ് ആയിരിക്കണം, അല്ലെ, ഇല്ലീഗൽ ആവാൻ പാടില്ല, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഇല്ലേ? സോ നോക്കിയേ, ഒരു വാലിഡ് എഗ്രിമെന്റ് ഇല്ലീഗൽ ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും എന്താ, ഒരു വാലിഡ് എഗ്രിമെന്റ് ആവണമെങ്കിൽ അത് ആദ്യം വോയിഡ് അബിനിഷ്യോ ആവാൻ പാടില്ല. വാലിഡ് എഗ്രിമെന്റ് ഈസ് നോട്ട് വോയിഡ് അബിനിഷ്യോ. ഫ്രം ദ വെരി ബിഗിനിങ് വോയിഡ് ആണെങ്കിൽ അതൊരു എഗ്രിമെന്റേ ആവത്തില്ല എന്നുള്ളതാണ്, അല്ലെ? അതൊരു എഗ്രിമെന്റ് പോലും ആകുന്നില്ല. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം നല്ല കോൺട്രാക്ട് ആയിരുന്നു, പിന്നീട് പല കാരണങ്ങൾ കൊണ്ടത് വോയിഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആദ്യം കോൺട്രാക്ട് ആയി, എന്നിട്ടാണ് അത് വോയിഡ് ആയിട്ട് മാറുക. പക്ഷെ വോയിഡ് അബിനിഷ്യോ എന്ന് പറയുമ്പോൾ ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആള് തന്നെ അവിടെ ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആകുമ്പോൾ അതൊരു വാലിഡ് എഗ്രിമെന്റ് പോലും ആകുന്നില്ല. സോ വാലിഡ് എഗ്രിമെന്റിന്റെ കണ്ടീഷൻസ് ആണത് ലീഗൽ ആവണം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇല്ലീഗൽ ആണെങ്കിൽ എന്നുള്ള ഓപ്ഷൻ അവിടെ തന്നെ നമുക്ക് പോയി. മേ ഓർ മേ നോട്ട് ബി ലീഗൽ, ദാറ്റ് ഓൾസോ മേ നോട്ട് വർക്ക്. അപ്പോൾ ശരിക്കും എന്താ അവിടെ പറയാൻ പറ്റുക? ഒരു വാലിഡ് എഗ്രിമെന്റ് ആവണമെങ്കിൽ അത് വോയിഡ് അബിനിഷ്യോ ആവാൻ പാടില്ല. ഫ്രം ദ വെരി ബിഗിനിങ് വോയിഡ് ആണെങ്കിൽ അതൊരു വാലിഡ് എഗ്രിമെന്റും ആവുന്നില്ല. അടുത്തത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഈസ് ആൻ ആക്ട് ടു ഡിഫൈൻ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ. എന്താ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെയും കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല, മൂന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഉള്ളത്. 3 ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാ? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. അപ്പോൾ നോക്കിയേ, ചെക്ക് ഉണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, പ്രോമിസറി നോട്ട് ഉള്ളത്. ഇതെല്ലാത്തിനെയും കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഉള്ളത്. പ്രോമിസറി നോട്ടിൽ എത്ര പാർട്ടീസ് ഇൻവോൾവ് ആണ്? പ്രോമിസറും പ്രോമിസിയും. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഐ പ്രോമിസ് ടു പേ 10,000 rupees ടു യു ഫോർ എന്തെങ്കിലും ഒരു പർപ്പസും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ? അപ്പോൾ അതെന്താ? പ്രോമിസറി നോട്ട്. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു. നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞാൻ പ്രോമിസ് ചെയ്യുന്ന ആളാണ് പ്രോമിസർ. ഞാനാണ് പേപ്പറിൽ എഴുതിയിട്ട് ഐ പ്രോമിസ് ടു പേ എന്ന് പറഞ്ഞ് എഴുതി തരിക. നിങ്ങൾ ആരാണ്? പ്രോമിസി. ഞാൻ നിങ്ങൾക്കാണ് പ്രോമിസ് ചെയ്ത് തരുന്നത്. സോ 2 പാർട്ടീസ് ആണുള്ളത്, പ്രോമിസറും പ്രോമിസിയും. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ എഴുതി തരുമല്ല. നിങ്ങളൊരു പേപ്പർ എടുക്കുന്നു, നിങ്ങൾ അതിൽ എഴുതുന്നു, അഖില എനിക്ക് പൈസ തരണം 10,000 rupees, അല്ലെങ്കിൽ അഖില ഞാൻ പറയുന്ന ആൾക്ക് പൈസ കൊടുക്കണം 10,000 rupees. അപ്പോൾ നിങ്ങളാണത് എഴുതുന്നയാൾ, ഡ്രോ ചെയ്യുന്നയാൾ, ഡ്രോയർ. ആരോടാണത് പറയുന്നത്? എന്നോട്. ഞാൻ ഡ്രോയിയാണ്, അതിൻ്റെ കൂടെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളും കൂടെയാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ തന്നേക്കാം. അപ്പോൾ ഞാൻ അക്സെപ്റ്ററും ആയിട്ടുണ്ട് അതിനകത്ത്. ഞാൻ ഡ്രോയർ അക്സെപ്റ്ററും ആണ്. ഇനി നിങ്ങൾക്ക് തന്നെയാണ് പൈസ തരുന്നെങ്കിൽ പേയി നിങ്ങൾ തന്നെയാണ്, നിങ്ങളാണ് പൈസ സ്വീകരിക്കുന്ന ആൾ. ഇനി മറ്റൊരാൾക്ക് കൊടുക്കാൻ, മിസ്റ്റർ എക്സിന് കൊടുക്കാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പേയി മിസ്റ്റർ എക്സ് ആണ്. സോ ഡ്രോയർ ആവുന്ന നിങ്ങൾ, ഡ്രോയി ആവുന്ന ഞാൻ, അക്സെപ്റ്ററും കൂടെയാണ്, പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന ഒരാൾ പേയിയും കൂടെയാണ്. സോ ഇത്രയും പാർട്ടീസ് ഇൻവോൾവ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ. അപ്പോൾ പ്രോമിസറി നോട്ട് ആണെങ്കിൽ പൈസ തരേണ്ട ആളായിരിക്കും എഴുതുക, ഐ പ്രോമിസ് ടു പേ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ പൈസ കിട്ടേണ്ട ആൾ ഒരു ഓർഡർ ചെയ്യുക, മര്യാദയ്ക്ക് എനിക്ക് പൈസ തന്നോളാൻ പറഞ്ഞിട്ട്. മനസ്സിലായോ ഡിഫറൻസ്? ഇനി ചെക്ക് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിലാണ് ചെക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ചെക്കിന്റെ പ്രത്യേകത എന്താ? ചെക്ക് എന്ന് കേൾക്കുമ്പോൾ എഴുതി വെച്ചോണം ഡ്രോയി ബാങ്ക്. ബിക്കോസ് ഞാൻ എൻ്റെ ബാങ്കിനോട് പറയുവാണ് നിങ്ങൾക്ക് പൈസ തരാൻ.
ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നതിന് പറഞ്ഞ് ഞാൻ ചെക്ക് എഴുതുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ എൻ്റെ ബാങ്കിനോട് പറയുന്നു നിങ്ങൾക്ക് പൈസ തരാൻ. സോ അവിടെ ചെക്കിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ഈ പാർട്ടുകളെല്ലാം മാറി. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് ഡ്രോയർ ആരാ? യൂഷ്വലി ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിങ്ങളാണ് ഡ്രോയർ എങ്കിൽ ചെക്ക് എഴുതുന്നത് ഞാനാണ്. അവിടെ ഡ്രോയർ ഞാനാണ്. ഇനി ഡ്രോയി ആരാ? ആരോടാ ഞാൻ നിങ്ങൾക്ക് പൈസ തരാൻ പറയുന്നത്? ബാങ്കിനോടാ പറയുന്നത്. സോ ഡ്രോയി ഈസ് ഓൾവേസ് ബാങ്ക്. ചെക്ക് എന്ന് കേൾക്കുമ്പോൾ ഡ്രോയി ബാങ്ക് അങ്ങനെ എഴുതി വെച്ചോണ്ട് എവിടെയെങ്കിലും. സോ ചെക്കിൽ പറയുമ്പോൾ ഡ്രോയി ബാങ്ക് ആണ്. ഞാൻ എൻ്റെ ബാങ്കിനോട് പറയുവാണ് നിങ്ങൾക്ക് പൈസ തരാൻ. നിങ്ങളാണ് പൈസ സ്വീകരിക്കുന്നയാൾ. അപ്പോൾ ആരാണ് നിങ്ങൾ? പേയി. സോ ഡ്രോയർ, ഡ്രോയി, പേയി. മനസ്സിലായോ? ഞാൻ ഡ്രോയറും ബാങ്ക് ഡ്രോയിയും നിങ്ങൾ പേയിയുമാണ്. ഓക്കെ. ഇനി ദ മേക്കർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് ഈസ് കോൾഡ്. ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ എഴുതുന്ന ആളെ ജനറലി നമ്മൾ എന്താ പറയുക? ഡ്രോയർ. അത് എഴുതുന്ന ആളെ നമ്മൾ പറയുന്നത് ഡ്രോയർ എന്നാണ്. മിനിമം വേജസ് പേയബിൾ അണ്ടർ ദി മിനിമം വേജസ് ആക്ട് ഷാൽ ബി പെയ്ഡ്. മിനിമം വേജസ് പേയബിൾ അണ്ടർ മിനിമം വേജസ് ആക്ട് ഷാൽ ബി പെയ്ഡ് ഇൻ ക്യാഷ്. നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അടുത്ത പ്രൊവിസോ ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അണ്ടർ ചില സാഹചര്യത്തിൽ അത് പാർട്ടി ഇൻ കൈൻഡ്ലോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണം എന്നാണ് അവിടുത്തെ കമ്പനിക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ വിത്ത് ഒഫീഷ്യൽ ഗസറ്റിലെ ഡിക്ലറേഷൻസും കാര്യങ്ങളും ഒക്കെ കൂടി ദേ ക്യാൻ പേ ഇറ്റ് ഇൻ കൈൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് പ്ലെയിൻ റീഡിങ്, ആദ്യത്തെ ഫസ്റ്റ് ലെവൽ റീഡിങ്ങിൽ എന്താ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് മസ്റ്റ് ബി പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് തന്നെയാണ്. അത് നമുക്ക് എടുത്താൽ മതി. അതിനകത്ത് ഇച്ചിരി സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഓപ്ഷനിലുണ്ടെങ്കിൽ ബാക്കി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആ പ്ലെയിൻ ടെക്സ്റ്റ് തന്നെ എടുക്കുക. മിനിമം വേജസ് എങ്ങനെ കൊടുക്കണം? ക്യാഷിൽ കൊടുക്കണം. അടുത്തത്, SOINT Limited has more than 500 workers ordinarily employed. One of the employee got injured while performing the duties. What should be provided by the management? Management എന്ത് കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? ആംബുലൻസ് റൂം അല്ലേ? അപ്പം ആംബുലൻസ് വാനല്ല, ഡോക്ടറല്ല, ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ആംബുലൻസ് റൂം നിർബന്ധമാണ് 500 മേളിലെ എംപ്ലോയീസ് ഉള്ള കേസ്, വർക്കേഴ്സ് ഉള്ള കേസ് ആണെങ്കിൽ. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഈസ് ഗവേൺ ബൈ LLP ആക്ട്. എല്ലാ ആക്ടിൻ്റെ ഇയർ പഠിച്ചു വയ്ക്കണം. LLP ആക്ടിൻ്റെ ഇയർ ഏതാ? 2008. അതിൻ്റെ കൂടെ നമ്മൾ റീഡ് ചെയ്യുന്ന റൂൾസ് ഏതാ? LLP റൂൾസ് ഓഫ് 2009. ഓക്കെ. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളും അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ലെറ്റ്സ് ഡ്രോ. ഇവിടെ AB എന്ന് പറയുന്ന ചേട്ടൻ, ഭയങ്കര വലുതാണല്ലോ. AB എന്ന് പറയുന്ന ചേട്ടൻ ഒരു ലെറ്റർ എഴുതി. ആർക്ക്? ഞാൻ എൻ്റെ ഹൗസ് നിങ്ങൾക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ ലെറ്റർ ആർക്ക് കൊടുത്തു? BXന് കൊടുത്തു. എത്ര രൂപയ്ക്കാണ് ഹൗസ് വിൽക്കുന്നത്? 10 lakh rupeesന്. ഓക്കെ. ഈ ലെറ്റർ എന്നാ അയച്ചത്? 27 ഡിസംബറിൽ. എപ്പോഴാണ് ഇത് BXൻ്റെ കയ്യിൽ കിട്ടിയത്? 25 അയച്ചു. 25 അയച്ചു. 27 ഡിസംബറിൽ ഇത് അവിടെ എത്തി. ഇനി ഇത് BX വായിച്ചു. ദെൻ എന്ത് ചെയ്തു? ഹി പോസ്റ്റഡ് ഹിസ് അക്സെപ്റ്റൻസ്. തിരിച്ച് എനിക്ക് ഓക്കെ ആണ്, എനിക്കിതിൻ്റെ ഇഷ്ടമാണ്, ഞാൻ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലെറ്റർ BX തിരിച്ചാർക്ക് എഴുതി? ABക്ക് എഴുതി. അതെന്നാ BX അവിടെ നിന്ന് അയച്ചത്? 28 പോസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഇനി എന്നാൽ ഇതിവിടെ കിട്ടിയത് 30 ഡിസംബറിൽ ഇവിടെ എത്തി. അപ്പോൾ 30th എത്തി, 28 അവിടെ നിന്ന് പോസ്റ്റ് ചെയ്തു. ഇനി ഇത്രയും കഥയെല്ലാം വായിക്കുന്നതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഹിയർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റഡ് ഓൺ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യനകത്ത് 2 പോസിബിലിറ്റി ആണ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫറും ചോദിക്കാം, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസും ചോദിക്കാം അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആണെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എന്ത്? എപ്പോഴാണോ മറ്റേയാൾ ഈ ഓഫറിനെ കുറിച്ച് അറിയുന്നത്, ആ ലെറ്റർ എപ്പോഴാണോ റീഡ് ചെയ്യുന്നത്, അപ്പോൾ ഓഫർ കംപ്ലീറ്റ് ആയി. അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി കഥകളൊക്കെ നമ്മൾ വായിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. BX എപ്പോഴാണോ ഇത് റീഡ് ചെയ്യുന്നത് അന്നേരം ഓഫർ കംപ്ലീറ്റ് ആയി. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റഡ് ഓൺ 27th ഡിസംബർ. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയും കൂടെ ഒന്ന് ആലോചിക്കണം. വാട്ട് ഈഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആയിരുന്നെങ്കിലോ? കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഒരുപോലെയല്ല രണ്ടാൾക്കും വരിക അല്ലേ? സോ BXനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ഫോർ BX 30-ാം തീയതി എപ്പോഴാണോ ABയുടെ കയ്യിൽ ഈ സാധനം, ഈ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുള്ള സാധനം റീച്ച് ചെയ്യുന്നത്, ആ സമയത്തായിരിക്കും ഫോർ BX കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി തിരിച്ച് മറ്റേ നമ്മുടെ ABക്ക് ആണെങ്കിലോ, എപ്പോഴാണോ BX അവിടുന്ന് എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ് ലെറ്റർ സെൻഡ് ചെയ്യുന്നത് അന്നേരം ഫോർ AB
കമ്മ്യൂണിക്കേഷൻ 28-ാം തീയതി എബിനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയി. അത്രേ ഉള്ളൂ. അപ്പോൾ ഓഫർ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മറ്റേ ആളത് അറിഞ്ഞാൽ തന്നെ ഓഫർ കംപ്ലീറ്റ് ആയി. എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ ഓഫർ കംപ്ലീറ്റ് ആയി. മറ്റേ ആൾ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ് തിരിച്ച് ലെറ്റർ അയക്കുമ്പോഴേ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തന്നു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ടൊരു ലെറ്റർ അയക്കുന്നു. അപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് ഓഫറുമായി അക്സെപ്റ്റൻസുമായി എഗ്രിമെൻ്റ് ആയി, എല്ലാം സെറ്റായി കഴിഞ്ഞു. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോ ഓഫർ നിങ്ങൾക്ക് കിട്ടി, അക്സെപ്റ്റൻസ് നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ടേ ഉള്ളൂ. അത് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്താവുള്ളൂ, അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എന്തിനു വേണ്ടിയാ? ബിക്കോസ് എൻ്റെ കിട്ടുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിവോക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പക്ഷെ അത്രയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓഫർ കംപ്ലീറ്റ് ആവുന്നത് മറ്റേയാൾ അറിയുമ്പോൾ, അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് ആസ് അഗെയിൻസ്റ്റ് അക്സെപ്റ്ററും ഉണ്ട്, ആസ് അഗെയിൻസ്റ്റ് ഓഫർ. അങ്ങനെ രണ്ട് പേരുടെ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അക്സെപ്റ്റൻസ് ഇങ്ങോട്ട് അയക്കുന്ന ആളെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആർക്കാണോ ഓഫർ കൊടുത്തത് അയാൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ലെറ്റർ ഇങ്ങോട്ട് അയക്കുന്ന സമയത്ത് തന്നെ ഓഫർ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇത് ടേം ഞാൻ വായിക്കണോടാ, ക്വിഡ് പ്രോ ക്വോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എവിടെയാ ഇത് കേട്ടിട്ടുള്ളതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എവിടെയാ ഇത് കേട്ടിട്ടുള്ളത്? കൺസിഡറേഷൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. സംതിങ് ഫോർ സംതിങ് അല്ലേ? കൺസിഡറേഷന് അഡിക്വേറ്റ് ആവണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സംതിങ് ഇൻ റിട്ടേൺ ആണ് കൺസിഡറേഷൻ. സോ സംതിങ് ഫോർ സംതിങ് വന്നാൽ തന്നെ കൺസിഡറേഷൻ ആണതാണ് ക്വിഡ് പ്രോ കോ അല്ലെ? ക്വിഡ് പ്രോ കോ. ഞാൻ പറയുന്നില്ല, എനിക്കൊരു ഇത് വായിക്കുമ്പോൾ ഹാരി പോട്ടറിലെ ഏതോ മറ്റേ ഇങ്ങനെ സ്പെല്ലൊക്കെ പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അടുത്തത് മിനിമം നമ്പർ ഓഫ് ഡയറക്ടർ ഇൻ എ പബ്ലിക് കമ്പനി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3. പ്രൈവറ്റ് കമ്പനിയോ 2. 1 person കമ്പനിയോ 1. മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർ ഇൻ 1 person കമ്പനി. അപ്പോൾ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുവാണല്ലോ, കേട്ട കാര്യങ്ങൾ വല്ല ഓർമ്മയുണ്ടോന്ന് അറിയണ്ടേ? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതാ. എത്രയാ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർ? 15. എല്ലാ കമ്പനിയിലും അത് 15. ഓക്കെ. എത്തിക്സ് ആർ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഗൈഡ്സ് എ പേഴ്സൺസ്. അയാളുടെ ഫിലോസഫീനെയാണോ എത്തിക്സ് ഗൈഡ് ചെയ്യുന്നത്? റിലീജിയനെയാണോ എത്തിക്സ് ഗൈഡ് ചെയ്യുന്നത്? ബിഹേവിയറിനെയാണോ ഗൈഡ് ചെയ്യുന്നത്? പ്രൊഫഷനെയാണോ ഗൈഡ് ചെയ്യുന്നത്? നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോഴല്ലേ എത്തിക്സ് പഠിക്കുന്നത്, അതുകൊണ്ട് പ്രൊഫഷൻ ആണെന്നൊക്കെ വിചാരിച്ച് വെക്കുവോ? ചെയ്തേക്കല്ലേ. എത്തിക്സ് ഒരാളുടെ ബിഹേവിയറിനെയാണ് ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ദ മിൽക്ക് സോൾഡ് ബൈ BX എന്ന് പറയുന്ന ആള് വിറ്റ മിൽക്കിൽ ടൈഫോയിഡ് ഫീവറിന്റെ ജേംസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ് ആണോ അവിടെ എഫക്ട് ചെയ്യുന്നത്? കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി ആണോ അവിടെ എഫക്ട് ചെയ്യുന്നത്? ഫ്രീ ഫ്രം എൻകുംബറൻസ്, കടങ്ങൾ, അതെ അതിനൊരു ചാൻസേ ഇല്ല. കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ആൻഡ് ഫിറ്റ്നസ് ആണോ? നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് തോന്നാൻ ചാൻസ്. ഇത് ക്വാളിറ്റി ആൻഡ് ഫിറ്റ്നസിനെയും എഫക്ട് ചെയ്യും. ഹോൾസംനെസ് എന്താ? സേഫ് ആയിരിക്കണം അല്ലേ? ഈസി, അതിന് സേഫ് ആയിരിക്കണം. എങ്കിൽ പറഞ്ഞതുപോലെ ഇപ്പം ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാ. ബട്ട് സ്റ്റിൽ കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ് അത് എന്താ പറയുക? അത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരാൾക്ക് സേഫ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതായിരിക്കണം. അപ്പോൾ ആ കണ്ടീഷനാണ് ഇവിടെ മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതാണ് ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ് ആയിരിക്കും. ഓക്കെ. ഇനി എത്ര പാർട്ടീസ് ഉണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ? നമ്മൾ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലേ. 3 പേര്. നോക്കാതെ ഒന്നും ആലോചിക്കാതെ പറഞ്ഞ ആരൊക്കെയാ? ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട് അല്ലേ? ഓക്കെ. അടുത്തത് ഡാഷ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് എത്തിക്സ്. നിങ്ങൾ അതിന് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്താ? ഗീവ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിക്ക് എത്തിക്സ് ഫോളോ ചെയ്യാത്ത ഒരു കമ്പനീനേക്കാളും ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവില്ലേ? യെസ്. കോമ്പറ്റീറ്ററുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ എത്തിക്കലായിട്ടുള്ള കമ്പനിയെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്തില്ലേ? ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഓവറോൾ ഗ്രോത്ത് ഇൻ ദ സൊസൈറ്റി ഉണ്ടാവില്ലേ? സൊസൈറ്റിയിൽ ആൾ എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സൊസൈറ്റി ഓൾസോ ഗെറ്റ് ഡെവലപ്ഡ് അലോങ് വിത്ത് ദ കമ്പനി. സോ ഓൾ ഓഫ് ദി കേസസ് ഇതെല്ലാം എന്താ? എത്തിക്സ് ഫോളോ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഇനി എ കോൺട്രാക്ട് വിത്ത് ലുനാറ്റിക് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഹിസ് സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വേറൊരു വേർഡ് പഠിച്ചു. അതെന്തായിരുന്നു? ലൂസിഡ് ഇന്റർവെൽസ് അല്ലെ? ബോധമുള്ള സമയത്ത് ഒരു ലുനാറ്റിക്കുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്താൽ ആ കോൺട്രാക്ട് പെർഫെക്റ്റ്ലി വാലിഡ് ആണ്. As per section 4 of the Payment of Wages Act, no wage period shall exceed. നോർമലി എങ്ങനെയാണ് നമ്മൾ സാലറി കൊടുക്കുക? മന്ത്ലി ആണ്, അത്രേ ഉള്ളൂ. 1 month ആണ് വേജ് പീരീഡ് എന്ന് പറയുന്നത്. ക്വാസി കോൺട്രാക്ട് ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നതാ. കാരണം ക്വാസി കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ക്വാസി കോൺട്രാക്ട്സ് ആർ കോൺട്രാക്ട്സ് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ ലോ അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു 2-3 സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ടാകും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. ഈ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ നോക്കും ഇക്വിറ്റിയും ജസ്റ്റിസും എവിടെയുണ്ട്. പക്ഷെ അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്നൊരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്വാസി കോൺട്രാക്ടിനെ ബേസ് ചെയ്ത് തന്നെയാണ് അല്ലെ? അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്താ?
നോ വൺ ഷാൽ ബി അലൗഡ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. നമ്മളുടെ അല്ലാത്ത ഒരു സാധനം നമ്മുടെ കയ്യിൽ വന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളുടെ പൈസ കൊണ്ട് നമ്മൾ എൻറിച്ച് ആവാൻ വേണ്ടി പാടില്ല. വി ആർ നോട്ട് അലൗഡ് ടു എൻറിച്ച് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. അപ്പോൾ മറ്റൊരാൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം അറിയാതെ നമ്മുടെ കയ്യിൽ നമ്മുടെ പഠിക്കലാണ് ഡെലിവറി ചെയ്തതെങ്കിൽ വി ആർ സപ്പോസ് ടു റിട്ടേൺ ഇറ്റ്. അതല്ലേ കോസി കോൺട്രാക്റ്റിൽ പറയുക. നേരത്തെ ഒരു സാധനം കിട്ടിയാൽ വി ആർ സപ്പോസ് ടു റിട്ടേൺ ഇറ്റ്. നമ്മുടെ അല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക. അത് ലോ ക്രിയേറ്റ് ചെയ്യുന്നൊരു കോൺട്രാക്റ്റ് ആണ്, വിച്ച് റിസംബിൾസ് എ കോൺട്രാക്റ്റ് ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾ കോസി കോൺട്രാക്റ്റിൽ കണ്ടിട്ടുണ്ടാകും. ബട്ട് നിങ്ങൾ ആ ക്വസ്റ്റിൻ്റെ പ്ലെയിൻ റീഡിങ് എടുക്കുമെന്ന് നോക്കിയേ. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ്. എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കോൺട്രാക്ട് വന്നത്? ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ജുഡീഷ്യൽ എക്സ്പ്ലനേഷൻ ആണ് തിയറി ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ കോർട്ടിൽ പോയപ്പോൾ വന്ന ജുഡീഷ്യറിയുടെ എക്സ്പ്ലനേഷനിലാണ് ഈ ഒരു തിയറി വന്നത്, അൺജസ്റ്റ് എൻറിച്ച്മെന്റിന്റെ തിയറി വന്നത്. സോ ഞാനിവിടെ പറയുന്നത് വെച്ചിട്ട് ഓക്കെ കോസി കോൺട്രാക്ടിന്റെ അല്ല അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്ന് വിചാരിക്കരുത്. തിയറി ബേസ്ഡ് ഓൺ അൺജസ്റ്റ് എൻറിച്ച്മെന്റ് ആണ്. ബട്ട് ദ കോർ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ വിച്ച് ദ കോസി കോൺട്രാക്ട് ഇസ് ഡെവലപ്ഡ്. എൻ്റെ ഒരു നിങ്ങൾ ഡെഫിനേഷൻ അങ്ങനെ തന്നെ എടുക്കുവാണെങ്കിൽ അതെന്താ? ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് തന്നെയാണ്. സോ വി ക്യാൻ ടേക്ക് സി ആസ് ദി most appropriate answer. Okay, in which of the following cases unpaid seller loses his right to lien? Right to lien എന്താ? ആ ഒരു വസ്തു പിടിച്ചു വെക്കാനുള്ള അവകാശം. പണയം കിട്ടിയ സാധനത്തിന്റെ പൈസ പണയം തിരിച്ചു തന്നാലേ തരത്തുള്ളൂ, നമ്മൾ പിടിച്ചു വെക്കുന്നു അല്ലെ. അപ്പൊ അൺപെയ്ഡ് സെല്ലർ ആരാ? ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം വിറ്റു, നിങ്ങൾ അതിന്റെ കാശ് തരുന്നില്ല അല്ലെ. പോർപ്പട്ടി എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് തരാതെ പിടിച്ചു വെക്കാം. ദാറ്റ് ഈസ് മൈ റൈറ്റ് ടു ലീൻ. ഒന്ന് പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ട്. ഈ റൈറ്റ് ടു ലീൻ എൻ്റെ കയ്യിൽ നിന്ന് പോകും, ഇല്ലാതെയാകും. എപ്പോഴായിരിക്കും? ഡെലിവർ ദി ഗുഡ്സ് ടു ദി ബയർ. ഓൾറെഡി ഞാൻ നിങ്ങളുടെ കയ്യിൽ സാധനം തന്നു, എനിക്ക് നിങ്ങളെ വീട്ടിൽ കയറിയാൽ തിരിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? റൈറ്റ് ടു ലീൻ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റത്തില്ല. ആൻഡ് ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദ ക്യാരിയർ. ക്യാരിയറിൻ്റെ കയ്യിൽ ഞാൻ ഗുഡ്സ് കൊടുത്തു നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി. അത് രണ്ട് രീതിയിലാകാവേ. ചിലപ്പോൾ ഞാൻ കൊടുത്തപ്പം ഞാൻ അയാളോട് ബാധിച്ചിട്ടുണ്ടായിരിക്കും, വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിക്കണം, ഞാൻ പറഞ്ഞാൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ എന്താ, ഞാനൊരു അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു നോട്ടോട് കൂടിയാണ് ക്യാരിയർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ കേസ് വേറെയാണ്. ബട്ട് ജനറലി നിങ്ങൾ ഒരാളെ എനിക്ക് പറഞ്ഞു വിട്ടു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അയാൾക്ക് സാധനം കൊടുത്തു, നിങ്ങൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് തന്നതുപോലെ തന്നെയാണ്. അപ്പോൾ ജനറൽ കേസിൽ ഒരു ക്യാരിയറിനെ ഏൽപ്പിച്ചാലും പിന്നെ എനിക്ക് റൈറ്റ് ടു ലീൻ ഇല്ല, അൺലെസ് ഞാൻ ആ മറ്റേ ക്ലോസ് പറഞ്ഞിട്ടുണ്ടാവണം. ഇനി അടുത്ത എന്താ? ടെൻഡർ ഓഫ് പ്രൈസ് ബൈ ദ ബയർ. നിങ്ങൾ എൻ്റെ കൈക്ക് കൊണ്ട് കാശൊക്കെ തന്നതാണ്, ഞാനത് വാങ്ങിക്കാഞ്ഞിട്ടാണ്, അപ്പോൾ എൻ്റെ കുഴപ്പം. അപ്പോഴും എനിക്ക് ഗുഡ്സ് പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. സോ ഓൾ ഓഫ് ദി കേസസിൽ എന്താണ്? റൈറ്റ് ടു ലീൻ അൺപെയ്ഡ് സെല്ലർക്ക് ഇനിയില്ല എന്നുള്ളതാണ്. ഇനി ഡാഷ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ? സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി അല്ലാത്ത കേസസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, ഈ പറഞ്ഞ പോലെ സ്ട്രൈക്ക്, സിവിൽ ഡിസൊബീഡിയൻസ്, അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ അതെന്താ? ടെമ്പററി ആണ്. മോസ്റ്റ്ലി അത് ടെമ്പററി നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി വരുന്നില്ല എന്നുള്ള കാര്യം പറയാം. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഡിക്ലറേഷൻ ഓഫ് വാർ അങ്ങനെയല്ല. ഇത് ചില കേസിലൊക്കെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ചിലപ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ട് വരാം. ബട്ട് ഈ ഒരു കേസിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പം വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. കൺട്രിയുമായിട്ട് നമ്മൾ വാറിലായിട്ട് പോയി കുറേ കാലം കഴിഞ്ഞ് വാർ മാറുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി നമുക്ക് ഇപ്പോൾ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അതാണ്, ഡിക്ലറേഷൻ ഓഫ് വാർ. ഓക്കെ, ഡാഷ് ഇസ് ദ ക്വാളിഫയിങ് സർവീസ് ടു ക്ലെയിം ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി കിട്ടാൻ നിങ്ങൾ എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാവണം? മിനിമം 5 years വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഗുഡ്സ് മേ ബി ഡാഷ് ആസ് പെർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എൻ്റെ കയ്യിൽ കുറച്ച് മാങ്ങയുണ്ട്, അതെനിക്ക് വിൽക്കണം, എക്സിസ്റ്റിംഗ് ഗുഡാണ്, വിൽക്കാം അല്ലേ. എൻ്റെ കയ്യിൽ കുറച്ച് മാവും തോട്ടമുണ്ട്, നാളെ അതിനകത്ത് മാങ്ങ ഉണ്ടാവും, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഗുഡാണ്, വിൽക്കത്തില്ലേ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഫ്യൂച്ചർ ഗുഡ്സിൻ്റെതാണ്. ഇനി ഞാൻ കുറേ മാങ്ങ ഇമ്പോർട്ട് ചെയ്ത് വരുത്തുന്നുണ്ട്, അപ്പോൾ ഷിപ്പ് വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഷിപ്പ് മുങ്ങാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഷിപ്പ് മുങ്ങിയില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വെക്കാം, സബ്ജക്റ്റ് ടു കണ്ടീഷൻ, കണ്ടിൻജന്റ് ഗുഡ്സ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഫ്യൂച്ചർ ഗുഡ്സ് ഉണ്ട്, എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഉണ്ട്, കണ്ടിൻജന്റ് ഗുഡ്സും ഉണ്ട്. സോ ഓൾ ഓഫ് ദി അബോവ്. ഇനി ആസ് പെർ ദി പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, ഔട്ട് ഓഫ് ദി എംപ്ലോയർ ഷാൽ പേ മാക്സിമം ബോണസ് അപ് ടു. ഓക്കെ, മാക്സിമം എത്ര പെർസെൻറ്റേജ് ഓഫ് സാലറി ആണ് ബോണസ് ആയിട്ട് കൊടുക്കാൻ പറ്റുക? പഠിച്ചിട്ടുണ്ടോ? എത്രയാ? 20%. മിനിമം 8.33. സോറി, ഓക്കെ, ചോദിച്ചേക്കുന്ന മാക്സിമം ആണ് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇനി as per section 6 of the Employees Provident Tax and Miscellaneous Provisions Act, contributions which shall be paid by the employer to the fund shall be dash of the basic wage, DA and retaining allowances. So ഇവിടെ നിങ്ങൾക്ക് അറിയാം
DA ബേസിക് വേജസ് പ്ലസ് റിട്ടേണിംഗ് അലവൻസിന്റെ 10% ആണ് PF കോൺട്രിബ്യൂഷൻസ് പറഞ്ഞിട്ടുള്ളത് എംപ്ലോയറുടേത്. അത് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ദെൻ റൂൾസ് അനുസരിച്ച് സ്പെസിഫിക് ഏരിയാസിലും മെജോറിറ്റി കേസസിലും 12% ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് റൂൾസിലാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ വരത്തില്ല, ബിക്കോസ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് 10, 25, 15% ആണ് കിടക്കുക. സോ ബെയർ ആക്ടിൽ ഇപ്പോഴും 10% ആണ് കിടക്കുന്നത്. റൂൾസ് അനുസരിച്ച് ലേറ്റർ സെൻട്രൽ ഗവൺമെന്റിന് അതോറിറ്റി ഉണ്ട് ഇതിൽ കൂടുതൽ പറയാൻ എന്ന ആക്ടിൽ പറഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ 12% വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ആക്ടിൽ കിടക്കുന്ന 10% ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇനി അടുത്തത് ഡാഷ് ആർ നീഡ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. എന്തിനാ ബിസിനസ് എത്തിക്സ്? ബിസിനസിന്റെ മാൽ പ്രാക്ടീസസ് തടയാൻ, കസ്റ്റമറിന്റെ കോൺഫിഡൻസ് കൂട്ടാൻ, സേഫ് ഗാർഡ് കൺസ്യൂമർ റൈറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യാൻ, ഓൾ ഓഫ് ദി അബോവ്. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അതാണ് ആൻസർ. ഇനി അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ് മീൻസ് ദ എഫക്റ്റിംഗ് ഓഫ് കോൺട്രാക്ട് വിച്ച് പ്രൊവൈഡ് ഫോർ. എന്തൊക്കെയാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുക ഹെൽത്ത് ഇൻഷുറൻസിൽ? സിക്നെസ്സിന് ഉണ്ടാകും, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും, സർജിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും, ഓൾ ഓഫ് ദി അബോവ്. എല്ലാം അതിനകത്ത് പെടുന്നതാണ്. സിമ്പിൾ ചീസ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി സംശയം വരും. നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോഴേ അറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനകത്ത് ബില്ലും പ്രോമിസറി നോട്ടും ചെക്കുമാണ് മെയിൻ ആയിട്ട് കവർ ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, അത് കവേർഡ് ആണ്. ചെക്ക് ഉണ്ട്, അത് കവേർഡ് ആണ്. പിന്നെന്ന് പറയുമ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്, ഡെലിവറി നോട്ട്സും ഉണ്ട്. ഇതിലേതാ കവർ ചെയ്യാത്തത്? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താ? ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയിൽ നിങ്ങൾ ഇത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്, നിങ്ങളുടെ ഓണർഷിപ്പിനെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റ് കൊണ്ട് നിങ്ങൾ വേറെ ആൾക്ക് കൊണ്ട് കൊടുത്താൽ അയാൾ ഷെയർ ഹോൾഡർ ആവുമോ കമ്പനിയുടെ? ഇല്ല, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ. ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡെലിവറി നോട്ട്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനകത്ത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്കറിയാം, സ്പെസിഫിക്കലി എടുത്തൊരിടത്തും പറഞ്ഞിട്ടില്ലെങ്കിലും ഡെലിവറി നോട്ട്സ് നെഗോഷ്യബിൾ ആണ്. നമുക്കൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഡെലിവറി നോട്ട് മറ്റൊരാൾക്ക് തന്നു കഴിഞ്ഞാൽ അയാൾക്ക് അതിന് അടുത്തയാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കാനും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നോട്ടാണ്. ബട്ട് ട്രാൻസ്ഫറബിളേ അല്ലാത്തൊരു ഡോക്യുമെന്റ് ആണ് എന്ത്? ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ, നെഗോഷ്യബിളേ അല്ലാത്ത ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഷെയർ സർട്ടിഫിക്കറ്റ്. സോ അതാണ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് നമ്മൾ ഈ സിനാറിയോസിലേക്ക് പിക്ക് ചെയ്യുന്നത്. ഇനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ സെക്ഷൻ 13 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇൻക്ലൂഡ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് ആൻഡ് ഇറ്റ് ഈസ് നെഗോഷ്യബിൾ ബൈ. നെഗോഷ്യബിൾ എന്താ? മറ്റൊരാൾക്ക് അതിന്റെ മേലുള്ള അവകാശം നമുക്ക് കൈമാറി കൊടുക്കാൻ പറ്റണം, നെഗോഷ്യബിൾ ആയിരിക്കണം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ആക്കാൻ, നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റാറ്റ്യൂ ആക്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന രീതിയിൽ ഡോക്യുമെന്റ് എടുക്കുക, അതിന്റെ പുറകിൽ എൻഡോസ് ടു മിസ് അഖില എന്നെഴുതുന്നു കൊടുക്കുന്നു. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈ സ്റ്റാറ്റ്യൂ ആക്ട് പറയുന്ന അനുസരിച്ച് നമുക്ക് നെഗോഷിയേഷൻ പോസിബിൾ ആണ്. അതുപോലെ കസ്റ്റം, ചിലയിടത്തൊക്കെ കസ്റ്റമറി പ്രാക്ടീസസ് ആയിരിക്കും. ഡെലിവറി നോട്ട്സിനൊക്കെ കാര്യം പറഞ്ഞ പോലെ യൂസേജ് ആൻഡ് കസ്റ്റം, അവിടുത്തെ ട്രേഡ് പ്രാക്ടീസ് അനുസരിച്ച് അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഓണർഷിപ്പ് മാറി കൊടുക്കാറുണ്ട്. സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നെഗോഷിയേഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പോസിബിൾ ആണ്. സോ ഓൾ ഓഫ് ദി അബോവ് ഓപ്ഷൻസ് പോസിബിൾ ആണ്. A partner who contribute to the capital and shares of the profit but does not take any active parts. ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും മാനേജ്മെന്റിലോ ബിസിനസ് ഡിസിഷൻസിലോ വരാത്തൊരു പാർട്ട്ണറെ നമ്മൾ എന്താ വിളിക്കുക? ചുമ്മാ ഇരിക്കുന്ന ചേട്ടൻ, ഡോർമെന്റ് പാർട്ട്ണർ അല്ലേ? അങ്ങനെ ഇരിക്കുന്ന കമ്പനിനെ നമ്മൾ എന്താ വിളിക്കുക? ഡോർമെന്റ് കമ്പനി. അത്രേ ഉള്ളൂ കൂടി. ഓക്കെ, ഡോർമെന്റ് പാർട്ട്ണർ. നോൺ എക്സിക്യൂട്ടീവ് പാർട്ട്ണർ എന്നുള്ളത് നമ്മളിങ്ങനെ കൊളോക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ലോയിൽ പറഞ്ഞിട്ടില്ല. പാർട്ട്ണർ ഫോർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മേ ബി പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന ഒരാളായിരിക്കും. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവുന്ന പോലെ നിർബന്ധമില്ല. സോ ക്യാപിറ്റലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ബിസിനസ് പാർട്ടിസിപ്പേഷൻ ഒന്നും വരാത്ത ആളെ നമ്മൾ എന്താ വിളിക്കുക? ഡോർമെന്റ് പാർട്ട്ണർ. ഇനി എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ, ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ 3 കാര്യം ഓർത്തോണം. എന്താ? ഫോർ കൺസിഡറേഷൻ, ബിഫോർ മെച്യൂരിറ്റി, ഗുഡ് ഫെയ്ത്ത്. കൺസിഡറേഷൻ ആയിരിക്കണം. എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് തിരിച്ച് സാധനം കൈ കിട്ടിയ ആളെ നമ്മൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് വിളിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ബിഫോർ മെച്യൂരിറ്റി, ഈ പറയുന്ന ഡോക്യുമെന്റിന് മെച്യൂരിറ്റി ആകുന്നതിന് മുന്നേ ഈ സാധനം കൈ കിട്ടിയ ആളായിരിക്കണം. ഇനി വിത്തൗട്ട് എനി നോട്ടീസ് ടു ദ ഡിഫക്ട് ഓഫ് ടൈറ്റിൽ ഓഫ് ദ ട്രാൻസ്ഫർ. തന്നയാൾ കളനോ മോഷ്ടിച്ചതോ കുത്തിൻ്റെ ഒടിച്ച് കൊയോഷം വഴി വാങ്ങിച്ചതോ അങ്ങനെയൊന്നും അല്ല അയാൾക്ക് കിട്ടിയത്. ഈ കാര്യമൊന്നും നമുക്കറിയില്ല. അയാൾ നല്ല മനുഷ്യനാണെന്നുള്ള ഗുഡ് ഫെയ്ത്തിലായിരിക്കണം നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടാവുക. സോ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഹോൾഡർ അല്ല, നിങ്ങൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ്. സത്യസന്ധനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് ഒരുപാട് പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതൊന്ന് നോക്കിക്കോ, ഹോംവർക്ക്. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ 3 കാര്യം ഓർത്തോണം. എന്താ? ഫോർ കൺസിഡറേഷൻ ആയിരിക്കണം, ബിഫോർ മെച്യൂരിറ്റി ആയിരിക്കണം, ഗുഡ് ഫെയ്ത്തിലും ആയിരിക്കണം. സോ ഓൾ ഓഫ് ദി അബോവ്.
ഇനി ബാങ്കർ മേ റെഫ്യൂസ് കസ്റ്റമേഴ്സ് ചെക്ക് വെൻ. ഒരു ബാങ്കറിന് കസ്റ്റമർ കൊടുത്ത ചെക്ക് എപ്പോൾ റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ എന്താ, ഞാൻ എൻ്റെ ബാങ്കിനോട് പറയുവാണ് ബാങ്ക് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് നിങ്ങൾക്ക് തന്നേക്കാൻ, പക്ഷെ ബാങ്ക് പറയുവാണ് പറ്റത്തില്ല. ജനറലി ബാങ്കിന് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കാശ് ബാങ്കിൽ കിടക്കുന്നത് അല്ലേ. പക്ഷേ ചില കേസസിൽ ബാങ്കിന് നമ്മുടെ ചെക്ക് റിഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ് സാഹചര്യങ്ങൾ? ചെക്ക് ഈസ് പോസ്റ്റഡ് ആൻഡ് പ്രസന്റഡ് ബിഫോർ ഡ്യൂ ഡേറ്റ്. നിങ്ങൾ ഈ ചെക്കും കൊണ്ട് ബാങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാങ്ക് പറയുവാണ് ഡ്യൂ ഡേറ്റ് ആയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, എന്താണ് ഡ്യൂ ഡേറ്റ്. നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾ ചെക്ക് എഴുതുന്ന സമയത്തെ ചെക്ക് നിങ്ങളൊരു ഡേറ്റ് ഇടാറുണ്ടല്ലോ, മേ ബി ഒരു 12/12/26 എന്നൊക്കെ നിങ്ങൾ എഴുതിയിരുന്നെന്ന് വിചാരിച്ചോ. നമുക്കറിയാം ചെക്കിന് 3 months വാലിഡിറ്റി പീരീഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് എൻക്യാഷ് ചെയ്ത് എൻ്റെ അക്കൗണ്ടിലെ കാശ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ 3 മാസം കഴിഞ്ഞിട്ടുള്ള സമയത്തെയാണോ നമ്മൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്? അല്ല, അത് ചെക്കിൻ്റെ വാലിഡിറ്റി ഡേറ്റ് ആണ്, വാലിഡിറ്റി പീരീഡ് ആണ് ആ പറയുന്നത്. ഡ്യൂ ഡേറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലപ്പോൾ ചില കേസിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എഴുതാം. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് 10 വിചാരിച്ചോ, പക്ഷേ ഞാൻ ചെക്ക് നിങ്ങൾക്ക് തന്ന സമയത്ത് ഞാൻ അതിൽ 16/12/25 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്ത്, ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ചെക്ക് ബാങ്കിൽ കൊടുക്കാവുള്ളൂ. ദാറ്റ് മീൻസ് എന്താ, ഡ്യൂ ഡേറ്റ് ആയിട്ടില്ല. ഞാൻ 16-ാം തീയതി കൊടുക്കാൻ പറഞ്ഞ ചെക്ക് നിങ്ങൾ 15-ാം തീയതി കൊണ്ട് ബാങ്കിൽ ചെന്നാലോ, ബാങ്ക് പറയും ഡ്യൂ ഡേറ്റ് ആയിട്ടില്ല, തരാൻ പറ്റത്തില്ല, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അത്. സോ ചെക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്, നിങ്ങൾ ഡേറ്റിന് മുന്നേ ബാങ്കിൽ കൊണ്ടുവന്ന ബാങ്കിന് തരേണ്ട ആവശ്യമില്ല. ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്, ഞാൻ ചെക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നു, അക്കൗണ്ടിൽ കാശില്ലെങ്കിലോ അതങ്ങ് മടങ്ങും അല്ലേ, അപ്പോഴും ബാങ്കിന് റെഫ്യൂസ് ചെയ്യാം. ചെക്ക് നോട്ട് പ്രസന്റഡ് പ്രോപ്പർലി, ബിസിനസ് അവേഴ്സിലല്ല, ബാങ്കിന് 3 മണിക്ക് ടൈം കഴിഞ്ഞ് 6 മണിയായപ്പോൾ നിങ്ങൾ ചെക്കും കൊണ്ട് ചെല്ലുക, ബാങ്കിന് റെഫ്യൂസ് ചെയ്യാവോ? റെഫ്യൂസ് ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കേസിലും ബാങ്കിന് ചെക്ക് റെഫ്യൂസ് ചെയ്യാം, അല്ലാതെ ഒന്നും ബാങ്കിന് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത്, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. കൺസെന്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ. കൊയേഷൻ അല്ലാതെ ആണ് ഒരു കൺസെന്റ് കൊടുക്കുന്നതെങ്കിൽ അത് ഫ്രീ കൺസെന്റാ. വളരെ ശരിയാണ് അല്ലേ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, കൺസെന്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ വഴി ഒരു കൺസെന്റ് കിട്ടിയാൽ അത് ഫ്രീ കൺസെന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി ചോദ്യം വരാൻ പോകുന്നേ ഉള്ളൂ. എന്താ ചോദ്യം? ബോത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. സ്റ്റേറ്റ്മെന്റ് 1 മാത്രം കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? യെസ്, ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇതെന്തിനാ ഇങ്ങനെയൊക്കെ തരുന്നേ? 2 ഓപ്ഷൻ തന്നാൽ പോരെയല്ലേ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് ഇട്ടുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ട്രിക്കി ആക്കി എക്സാം കോംപ്ലിക്കേറ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ തന്നെ തരും, എന്നിട്ട് അതിനെ ഈ ഒരു രീതിയിൽ ഒന്ന് വളച്ചൊടിച്ച് ചോദിക്കും. അപ്പോൾ നല്ല പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് മൈൻഡ് ട്രിക്കി ആവാതെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, ജസ്റ്റ് ലീവ് ഇറ്റ്, അത് പോട്ടെ എന്ന് വിചാരിക്കരുത്. എങ്ങാനും ടഫാക്കാൻ തോന്നിയാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടും. സോ ബി വെയർ ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്. സോ ഓപ്ഷൻ സി. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടിക്ക് റോങ് നോക്കിയിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത്, there is an implied undertaking in the contract of sale of goods that. എന്തൊക്കെയാണ് ഇംപ്ലൈഡ് അണ്ടർടേക്കിംഗിൽ പറഞ്ഞിട്ടുള്ളത്? 1, ഗുഡ്സിന്റെ മേളിൽ വേറെ ഇൻകുംബറൻസ് ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഞാൻ ആർക്കും പണയം വെച്ചതോ അതിൻ്റെ മേളിൽ ഞാൻ ലോൺ എടുത്തതായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ മേളിൽ എന്താ കടങ്ങളൊന്നുമില്ല. ഫ്രീ ഫ്രം എൻകുംബറൻസ് ആണ്. അതിൻ്റെ മേളിലൊരു ചാർജ്, ഒരു ഡെപ്റ്റൊന്നും ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളത് അസംഷനാണ്. പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു അസംഷനാണ് ഒരു ഗുഡ്സ് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നത്. അടുത്ത എന്താ, ബയർ ഷാൽ ഹാവ് എൻജോയ് ക്വൈറ്റ് പൊസഷൻ. ആ ഗുഡ്സിന്റെ മേലുള്ള കംപ്ലീറ്റ് അവകാശവും പൊസഷനും നിങ്ങൾക്ക് ഉണ്ടാവും. അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വേറെ ആര് വരാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. ഇതൊന്നും പ്രത്യേകിച്ച് എടുത്ത് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അസംഷൻസ് ആണ്. സോ എൻകുംബറൻസോ ചാർജോ ഉണ്ടാവില്ല. ക്വൈറ്റ് പൊസഷൻ ബയർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും എന്താണ്, കോൺട്രാക്റ്റിലെ ഇംപ്ലൈഡ്, പക്ഷെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ തന്നെ ഉള്ള ഇംപ്ലൈഡ് ആയിട്ടുള്ള അണ്ടർടേക്കിങ്സ് ആണ്. സോ ബോത്ത് ആൻസേഴ്സ് ആർ കറക്റ്റ്. അടുത്തത്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ മ്യൂച്വൽ ഏജൻസി, 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഏജൻസ് ആയിരിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കമ്പനി പോലെ അല്ല, അവരുടെ ലയബിലിറ്റിക്ക് ലിമിറ്റ് ഇല്ല. ലോൺ എടുത്താൽ
അവർ പിന്നെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടാണല്ലോ പേ ഓഫ് ചെയ്യേണ്ടി വരും. ലോഫുൾ ബിസിനസ്സിന് വേണ്ടി എന്താണെങ്കിലും പറ്റത്തുള്ളൂ. സോ ഓൾ ഓഫ് ദി എബോവ് കാണുന്ന എല്ലാം പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ആണ്. അടുത്ത മാക്സിം വന്നു, എന്താ നീമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ് കേട്ടിട്ടുണ്ടോ? നോ വൺ ക്യാൻ ഗീവ് ഹൂ ഹി ഹിംസെൽഫ് ഡസ് നോട്ട് ഹാവ്. എനിക്കില്ലാത്തത് ഞാൻ തനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കള്ളൻ അയാളൊരു വീട്ടിൽ കയറി ഒരു വസ്തു മോഷ്ടിച്ചു, അയാൾ അതിന്റെ റിയൽ ഓണർ ആവുന്നുണ്ടോ? ഇല്ല. അയാൾക്കൊരു ഗുഡ് ടൈറ്റിൽ ഇല്ല. ഗുഡ് ടൈറ്റിൽ ഇല്ലാത്ത ആള് ആ സാധനം കൊണ്ടുപോയി വേറൊരു കടയിൽ വിറ്റു. ആ കടയിൽ വിറ്റ് കഴിഞ്ഞപ്പോൾ ആ കടക്കാരന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഗുഡ് ടൈറ്റിലാണോ ബാഡ് ടൈറ്റിലാണോ? ടൈറ്റിൽ എന്ന് വെച്ചാൽ എന്താ? ഓണർഷിപ്പ്. ഗുഡ് ഓണർഷിപ്പ് ആണോ ബാഡ് ഓണർഷിപ്പ് ആണോ? കടക്കാരന് പറയാൻ പറ്റുമോ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പൈസ കൊടുത്തിട്ടാ കള്ളന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്, കള്ളൻ നല്ലതെന്ന് വിചാരിച്ചേ? അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എൻ്റെ ടൈറ്റിൽ ബാഡ് ടൈറ്റിലാണെങ്കിൽ അയാളുടെ ടൈറ്റിലും ബാഡ് ടൈറ്റിലേ ആവുള്ളൂ. ഈ നമ്മൾ അൺലെസ് പുള്ളി ഹോൾഡ് ഇൻ ഡ്യൂ കോഴ്സ് അല്ലാതെ വരുന്ന കേസിൽ. അപ്പോൾ നമുക്കൊന്നും മാറ്റി വയ്ക്കാൻ തക്കാലം കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, നീമോ ഡാറ്റ് വാട്ട് നോൺ ഹാബിറ്റ്. എൻ്റെ ഗുഡ് ടൈറ്റിലാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ച് നിങ്ങളുടേതും ഗുഡ് ടൈറ്റിലാണ്. എൻ്റേത് ബാഡ് ടൈറ്റിലാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ച് നിങ്ങളുടേതും ബാഡ് ടൈറ്റിലാണ്. നിങ്ങൾക്കും ഗുഡ് ഓണർഷിപ്പ് കിട്ടത്തില്ല. സോ നമ്മുടെ കയ്യിൽ ഗുഡ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തയാൾക്ക് ഗുഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കുള്ളത് എനിക്ക് അടുത്തയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നോ വൺ ക്യാൻ ഗീവ് വാട്ട് ഹി ഡസ് നോട്ട് ഹാവ്. ഇല്ലാത്തത് കൊടുക്കാൻ പറ്റില്ല. ഇനി ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ബിൽസ്. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ബിൽസ് ആണുള്ളത്. ഗുഡ്സ് സോൾഡ് ടു ബയർ എമൗണ്ട്സ് ടു. ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ഒരുപാടുണ്ട് അല്ലേ? നമുക്കറിയാം ബിൽ ഓഫ് ലാഡിംഗ് ഉണ്ട്, ഡോക് വാറന്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽസ് നമുക്കറിയാം. ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ നമ്മൾ ബയർക്ക് കൊടുക്കുന്നു. നമ്മൾ ഗുഡ്സ് അങ്ങനെ തന്നെ കൊടുത്തില്ല. നമ്മുടെ കയ്യിൽ ബിൽ ഓഫ് ലാഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ ബിൽ ഓഫ് ലാഡിംഗ് നമ്മൾ ബയർക്ക് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് പറയുന്നത് എനിക്ക് പോയി സാധനം എടുക്കാം. ബിൽ ഓഫ് ലാഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ശരിക്കും ഗുഡ് അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ അതിന് പകരം ബിൽ ഓഫ് ലാഡിംഗ് കൊടുത്തു. അത് എന്ത് ടൈപ്പ് ഓഫ് ഡെലിവറിയാ? സിംബോളിക് ഡെലിവറി അല്ലെ? ഗുഡ് അങ്ങനെ തന്നെ കൊടുത്താൽ ആക്ച്വൽ ഡെലിവറി. ഗുഡിനെ സിംബിളൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ബില്ലോ ടൈറ്റിലോ ഡീഡോ വല്ലതും കൊടുക്കുവാണെങ്കിൽ അതെന്താണ്? സിംബോളിക് ഡെലിവറി. ഇനി കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്താ? ഞാൻ പറയാണ്, വെയർ ഹൗസിൽ സാധനം ഇരിപ്പുണ്ട്. വെയർ ഹൗസിലെ ഓണർ നിങ്ങളെ വിളിച്ചിട്ട് പറയുവാണ്, ചേട്ടാ ഇന്നലെ വരെ എൻ്റെ അഖിലയുടെ ഗുഡായിരുന്നു, ഇന്ന് മുതൽ ഞാൻ ചേട്ടന് വേണ്ടി ആ ഗുഡോടെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെയർ ഹൗസിൽ തന്നെയാണ് സാധനം ഇരിക്കുന്നത്, പക്ഷെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. മറ്റേയാൾ അക്സെപ്റ്റ് ചെയ്തു നിങ്ങളെ വിളിച്ചിട്ട്, ഇന്നലെ വരെ എൻ്റെ ഗുഡായിരുന്നു, ഇന്ന് മുതൽ നിങ്ങളുടെ ഗുഡാണ്, നിങ്ങൾ തമ്മിൽ സെയിലാക്കിയത് വെച്ചിട്ട് ഞാൻ ഇനി ചേട്ടൻ്റെ ഗുഡാണ് സൂക്ഷിക്കുന്നതെന്ന് വെയർ ഹൗസ് കീപ്പർ നിങ്ങളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബിൽസ് ആണ്, ബിൽ ഓഫ് ലാഡിംഗ് ബിൽസ് ആണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് സിംബോളിക് ഡെലിവറി ആണ്. ഇനി അടുത്തത് അത് കണ്ടീഷന്റെ ഡെഫിനിഷൻ അങ്ങനെ തന്നെ ഡാഷ് ഇട്ട് ചോദിച്ചേക്കുക. ഡാഷ് ഇസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് കോൺട്രാക്ട്. എന്താ? കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ദി മെയിൻ പർപ്പസ് ഓഫ് കോൺട്രാക്ട്. അത്രേ ഉള്ളൂ. ഇനി ഡാഷ് ഇസ് എക്സാമ്പിൾ ഓഫ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ബിൽ ഓഫ് ലാഡിംഗ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ആണ്. ഷിപ്പിൽ കയറി സാധനം വരുന്നുണ്ടെന്നുള്ള, ഷിപ്പിൽ സാധനം ഉണ്ട് ആ ഒരു ഉറപ്പാണ്. അപ്പോൾ അതൊരു ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലാണ്. അതുപോലെ ഡോക്ക് വാറണ്ട്, അതെന്താ? ഈ സാധനം ഡോക്കിൽ എത്തിക്കഴിഞ്ഞാൽ, ഡോക്ക് അല്ലെങ്കിൽ വെയർ ഹൗസിൽ ഈ സാധനം എത്തിക്കഴിഞ്ഞാൽ വെയർ ഹൗസിൽ ഇന്നയാളുടെ ഇത്ര എമൗണ്ട് ഓഫ് സാധനങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റ്, അതും ഒരു എൻ്റെ ഓണർഷിപ്പിൽ ഇത്രയും വസ്തു ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പ്രൂഫാണ്. അതൊരു ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലാണ്, നമ്മുടെ ഓണർഷിപ്പ് കാണിക്കുന്ന ടൈറ്റിലാണ്. അടുത്ത എന്താ? റെയിൽവേ റെസിപ്റ്റ്. റെയിൽവേയുടെ കയ്യിലാണ് ഈ സാധനം കയറ്റി വിടുന്നെങ്കിൽ റെയിൽവേയുടെ കയ്യിൽ എത്തുമ്പോൾ റെയിൽവേ ഒരു അക്നോളജ്മെന്റ് തരും, അഖിലയുടെ ഇത്ര ഗുഡ്സ് റെയിൽവേയുടെ കയ്യിലും ട്രാൻസിറ്റിലുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എൻ്റെ ഓണർഷിപ്പ് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. സോ ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ആണ്. ഇനി അടുത്ത എന്താ? എഗ്രിമെന്റ് ടു സെൽ. എന്നുവെച്ചാൽ എന്താ? എഗ്രിമെന്റ് ടു സെൽ, സെൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു അഗ്രിമെന്റ് ആണ്. അത് എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാ? എക്സിക്യൂട്ടഡ് ആണോ? കഴിഞ്ഞതല്ല, എക്സിക്യൂട്ടറി ആണ്, നടക്കാൻ പോകുന്നതാണ് അല്ലെ? അതൊരു എക്സിക്യൂട്ടറി കോൺട്രാക്ട് ആണ്, നടക്കാൻ പോകുന്നതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് മീൻസ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അടിപൊളി. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് ലെസർ ഫുൾഫിൽമെന്റ് ഓഫ് പ്രോമിസ് ഓൾറെഡി മെയ്ഡ്. ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തരാമെന്ന് പറഞ്ഞു, എന്നിട്ട് പിന്നീട് നമ്മൾ തമ്മിൽ എഗ്രിമെന്റിൽ എത്തുന്നു, ഞാൻ 7,000 രൂപ തരത്തുള്ളൂ, ബാക്കി 3,000 നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ എന്താ? ഒരു ലെസർ ഫുൾഫിൽമെന്റിന് നിങ്ങൾ എഗ്രി ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? എൻ്റെ 10,000 രൂപ തരവേ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ച് അതിനെ എന്ത് പറയും? വേവർ. നിങ്ങൾക്ക് എൻ്റെ പൈസയെ വേണ്ട, വേവ് ചെയ്തു എന്ന് പറയും. അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയൊരു എമൗണ്ട് തന്ന്, ഇപ്പോൾ 7,000 മതി, നമ്മൾ തമ്മിൽ അതങ്ങ് സെറ്റാക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? റെമിഷൻ എന്ന് വിളിക്കും അല്ലേ? ദാറ്റ് ഈസ് റെമിഷൻ. ഓൾട്രേഷൻ എന്ന് പറയുന്നത് എന്താ? കോൺട്രാക്റ്റേ വേണ്ടെന്ന് വെച്ചാൽ കോൺട്രാക്ട് റിസൈൻ ചെയ്തു എന്ന് പറയും. ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടേംസും കാര്യങ്ങളും മാറ്റി, ഇന്ന് 10,000 തരാമെന്ന് പറഞ്ഞാൽ നാളെ തരാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറൊരു ഡേറ്റിൽ തരാമെന്ന് പറയുന്നു, ഇപ്പോൾ 5,000 പിന്നെ 5,000 തരാമെന്ന് പറയുന്നു. അതൊക്കെ എന്താ? കോൺട്രാക്റ്റിൻ്റെ ഓൾട്രേഷൻസ് ആണ്.
പൈസയെ വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേവറാണ്. കോൺട്രാക്റ്റേ വേണ്ടി വെച്ചാൽ റിസൈൻ ചെയ്തു എന്ന് പറയും. പക്ഷെ ഒരു ലെസർ ഫുൾഫിൽമെന്റിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് റെമിഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. സോ വിത്ത് ദിസ് നമ്മൾ 80 ക്വസ്റ്റ്യൻസ്, ബട്ട് ഒബ്വിയസ്ലി നമ്മൾ 80 ക്വസ്റ്റ്യൻസ് അല്ല, നമ്മളൊരു 120 അല്ലെങ്കിൽ 100 above ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഇൻഡയറക്ട്ലി സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 80 ടോപ്പിക്സ് നമ്മൾ ഇതിൽ കവർ ആക്കിയിട്ടുണ്ട്. മേ ബി ഒരു 70-75 ടോപ്പിക്സ് ആയിരിക്കും, ചില റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. സോ ഈ ടോപ്പിക്സിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ബൈ ഹാർട്ട് ചെയ്യുമല്ല, ആ ക്വസ്റ്റ്യൻ അതിൻ്റെ 4 ഓപ്ഷൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആ ടോപ്പിക്കിലേക്ക് തിരിച്ചുപോയി അതൊന്ന് റീഡ് ചെയ്തും കൂടി നോക്കുക. ഈ രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കോർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതുമായിട്ടുള്ള മെയിൻ ഏരിയാസ് കവർ ചെയ്ത് കഴിഞ്ഞു യു ക്യാൻ ഫീൽ കോൺഫിഡൻറ്റ്. ഓക്കെ, അപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.